എടേ കോപ്പായിരുന്നു അംബാനിയുടെ വണ്ടിക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചിരിക്കുന്ന അതേന്ന് പറയുന്നത്. എന്ത് വണ്ടിയ? കാറാ? അഭിനന്ദ്, കൊക്കെ നിന്റെ പ്രണയം എവിടെ വരെയാ? എന്നോട് പറഞ്ഞേന്ന് പറയുന്നത്. കൊക്കിന്റെ പ്രണയാ? വിശക്കും ബട്ട് സഹിക്കും. അമ്മ വഴക്ക് പറയും കൊണ്ടുപോവാൻ പറഞ്ഞു, ബട്ട് ഞാൻ കൊണ്ടുപോവില്ല. അതെന്താ? ഹോട്ടലിൽ കഴിക്കാൻ പോയിട്ട് ജ്യൂസ് എന്തെങ്കിലും കഴിക്കണം അന്നേരം. അതെന്താണ് കമന്റിന് പറ്റണത്? എന്നെന്തിനാ മണ്ടോദരി വിളിച്ചത്? ഞാൻ എന്ത് പറ്റി? ഒക്കെ അഭിനന്ദേന്ന് വിളിക്കണ്ട. ഇവൻ ആരോട് പ്രണയം ഞാൻ അറിഞ്ഞില്ല. ഇവൻ എന്നോട് ഒന്നും പറഞ്ഞില്ല. അപ്പൊ കൊക്കെ വിശക്കൂലേ? അതന്നെ ഞാൻ ചോദിച്ച, വിശക്കൂലേ? 19 പേര് 23 ലൈക്ക്. ഒരു മാറ്റമില്ലല്ലോ. 3 പേരെ ഇത്ര നേരം കൊണ്ട് ലൈക്ക് വെച്ചു. മുകേഷ്, എന്റെ ടീച്ചർ മണ്ടോരി അല്ലാന്ന് പറയുന്നുണ്ട്. അത് സ്നേഹം കൊണ്ട് വിളിക്കണടാ, കുഴപ്പമില്ല, വിളിച്ചോട്ടെ. സ്നേഹ കൂടുതലോണ്ട് വിളിക്കണ. ഒക്കെ പ്രണയമോ? നമ്മളറിയില്ലല്ലോ. മോശം പേരാണോ? മണ്ടോദരി മോശം പേരാ? ആ ചേച്ചിക്കുട്ടി, ഈ കൊക്കിന് ഒരാളോട് പ്രണയമുണ്ട്. ആരോടാണെന്ന് അറിയുമോ? ചേച്ചിക്ക് ചേച്ചിയോട് പറഞ്ഞിട്ടില്ല. ഇല്ല അഭിനന്ദേ, പറഞ്ഞിട്ടില്ല. ആരോട് ഇവന് പ്രണയോ? പറയടാ. വിശപ്പ് ഞാൻ സഹിക്കും. അത് മടി കാരണല്ല, അന്നേരം സഹിക്കാം. അവിടെ അന്നേരം വയറ് കേട് വന്ന് വയറ് വേദന വരുമ്പോ പഠിച്ചോളൂ ട്ടാ. മണ്ടോദരി അല്ല, പക്ഷെ മണ്ടൂസാണ്. എന്തിനാ പരുന്ത് കൂടെ എന്നെ ഇങ്ങനെ പറയണ? പ്രജീസിസ്, ടീച്ചർ എനിക്ക് അറിയില്ല സത്യം. പരുന്തേന്ന് വിളിക്കുന്നുണ്ട് കൊക്ക്. അല്ലടാ, ആരടാ പറയടാ, മര്യാദക്ക് പറഞ്ഞോ. അത് ശരിയാന്ന് പറയുന്നുണ്ട്. അയ്യോ, പറയ് 26 പേരുണ്ടടാ. ഒന്ന് ലൈക്ക് അടിക്കട എല്ലാരും. നിങ്ങൾ ആരും ലൈവ് കാണുന്ന ആൾക്കാരല്ലേ? വേറെ എവിടെയെങ്കിലും ഇരുന്ന് കാണാണോ? എനിക്ക് മനസ്സിലാണില്ല. ഹായ്, ഞാൻ കർണാടക ഹായ് പറയോ. ഫസ്റ്റ് ടൈം ചാനൽ കണ്ടതാ. ഹായ്ടാ കാവ്യ. ഹായ്, ലൈവിലേക്ക് സ്വാഗതം. എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവോ? ഒന്ന് ലൈക്ക് പോടുമ്പോ പ്ലീസ്. ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഇനി അത് പറയൂല, ഇതിൽ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതിൽ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്ത് ടൈപ്പ് ചെയ്യാൻ? എന്ത് പറയില്ല നമ്പാനെ പറയുന്ന? കൊക്കെ കളിക്കുന്നത് പരുന്നത്. ഫായ്സ്, സൂപ്പർ ചാറ്റ് ഉണ്ടോ ചോദിക്കണ്ടേ? സൂപ്പർ ചാറ്റ് ഉണ്ട്. ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അതെന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ? അഭിനന്ദ്, മണ്ടോദരി അല്ല, മണ്ടൂസും അല്ല, പക്ഷെ ഭദ്രകാളിയാണ്. ഒരു മിനിറ്റ്, കോൾ വരുന്നുണ്ട്. വീണ ചേച്ചി കഴിച്ചോ? ഞാൻ കഴിച്ചില്ലടാ, കഴിക്കണം. ഞാൻ ഒരു കൊറിയറുകാരൻ വന്നിട്ട് അതിന്റെ പുറകെ പോയി. കുഞ്ഞാപ്പു സ്കൂളിൽ പോയോ? ഇല്ല, കുഞ്ഞാപ്പു ലീവ്, ഉറങ്ങി അവള്. ഞാൻ കൊറിയറുകാരൻ വന്നിട്ട് അതിന്റെ പുറകെ പോയി. അതാണ് ഇപ്പൊ പറ്റിയത്. ടിജു, ഹായ്. പ്രവീണ ചേച്ചി, ഹായ് ടിജു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സ്വപ്നം കാണുന്നോന്ന് ഇങ്ങനെ? സ്വപ്നമല്ലടാ, ഒരു കൊറിയറുകാരൻ വന്നിട്ട് അയാളെ ഇതിൽ വിളിച്ചാൽ എൻ്റെ കയ്യിൽ പൈസ കുറവ്. അതിന് ശ്യാമേട്ട പണിയെടുക്കുന്നിടത്ത് ബാക്കി പൈസ മേടിച്ചോളാൻ പറഞ്ഞു. ശ്യാമേട്ട അവിടെ പണിയെടുക്കണ്ടേ. അന്നേരം അയാൾ അവിടെ എത്തിയിട്ടില്ല. ഇനി ഇപ്പൊ അടുത്ത കോൾ ഇപ്പൊ വരും. കുറഞ്ഞില്ല, എന്തെങ്കിലും കുറഞ്ഞു വിടാൻ. അന്നേരം മരുന്ന് കൊടുക്കുന്നോണ്ട് വിട്ടാലും മരുന്ന് കൊടുക്കണ്ടേ, അതുകൊണ്ട് വിട്ടിട്ടില്ല. സ്വപ്നം കണ്ടതല്ലേ. ഇപ്പൊ അടുത്ത കോൾ ഇപ്പൊ വരും. അയാൾ അവിടെ എത്തിയിട്ട് ഇപ്പൊ ശ്യാമേട്ടനെ കണ്ടിട്ടില്ലെങ്കിൽ വീണ്ടും എന്നെ ഇപ്പൊ വിളിക്കും. അതാണ് ആലോചിച്ചത്. ഇപ്പൊ അടുത്ത കോള് വരുമല്ലോന്ന്. സുഖമായിരിക്കുന്നു. അവിടെ എന്താ വിശേഷങ്ങൾ? നല്ല സുഖടാ. കുഞ്ഞുവിന് സുഖമില്ലാണ്ട് കുറേ ദിവസം അതിന്റെ പിന്നാലെ ആയിരുന്നു. അവൾക്ക് കഫക്കെട്ടും പനിയൊക്കെ ആയിട്ട് ഒരു 2-3 ആഴ്ച ആവാനായി. ഇപ്പൊ ഒന്ന് കുറഞ്ഞു വന്നിട്ടേ ഉള്ളൂ.
നേരെ ആള് ആ ഒരു ഇതിലായിരുന്നു ഞങ്ങൾ കുറച്ച് ദിവസം. വല്ലാത്ത ചുമയും കഫക്കെട്ടും പനി മാറാണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് റെഡിയായി വരുന്നു. എന്തായി പൊന്നൂൻ്റെ ആനുവൽ ഡേ എന്നറിയില്ല. ഇന്നിപ്പം ശാസ്ത്രമേളയ്ക്ക് പോയിട്ടുണ്ട്. ഇന്ന് വന്നാലറിയാം. ഇനി പറയാന്നറിയണ്ട. ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഇനി എന്താ പറയണ്ടേ? ഹായ് ആൻറ്റി ആണോടാ തിരുമുരുക. പിന്നെ തിരിച്ച് പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? അമ്മയൊക്കെ എന്ത് പറയണു? അമ്മായി ഇല്ലേന്ന് ചോദിക്കണ്ട. അമ്മായിനെ കണ്ടിട്ടില്ല. അമ്മായിൻ്റെ വിവരമൊന്നും ഇല്ല. തിരിച്ചു ബ്രോന്ന് വിളിക്കുന്നുണ്ട്. പ്രജീന ചേച്ചി കൊക്കും പരുന്തൊക്കെ പോയോ? ഇവിടെ ഫുള്ള് കറക്കായിരുന്നു. കുറേ നേരമായി ലൈവ് കറങ്ങി കളിക്കുന്നുണ്ട്. ഞാൻ കോള് വിളിച്ചിട്ട് അതിൻ്റെ പുറകെ പോയിട്ട് തിരുമുരുക അതിനെ ഇപ്പോൾ അവിടുന്ന് ചവിട്ടി പുറത്താക്കും കേട്ടോ. അമ്മായി സുഖമായിരിക്കുന്നു, അമ്മയും സുഖമായിരിക്കുന്നു എന്ന് അറിയണ്ടാണോ? കൊക്ക് കയറുണ്ട്. കൊക്കും പരുന്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കോള് വിളിച്ചതിൽ അതിൽ അവർ പോയി തോന്നുന്നു. പരുന്തേന്ന് വിളിക്കുന്നുണ്ട്. മാസ് ഹലോ മാം എന്ന് പറയുന്നുണ്ട്. ഹായ് ലൈവിലേക്ക് സ്വാഗതം. തിരു മുരുക നിന്നെ ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് എടുത്ത് വെളിയിലേക്ക് എറിയും, അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കും. സച്ചു ഇതുവരെ പോയില്ലേ? ഞാനിപ്പോൾ വന്നല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെ പോവാനാ സച്ചു? റജീന ചേച്ചി എന്ന് വിളിക്കണ്ട. ഇസ്മയിൽ പ്രൈ ചേച്ചി മീൻ മേടിക്കാൻ പോയിട്ടുണ്ടാവും. മീൻ മേടിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. 1 മണിയായില്ലേ? മീൻ മേടിക്കാൻ പോയിട്ടുണ്ടാവും. 1:30 സജിത്ത് ഹായ് പറയുന്നുണ്ട്. ഹായ് സജിത്തെ ലൈവിലേക്ക് സ്വാഗതം. വരുന്നവർ ഒന്ന് ലൈക്ക് അടിക്കൂട്ടോ. ലൈവ് തീർക്കേണ്ട സമയമായി ലൈവ് ഇട്ടിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇങ്ങനെ പോയിട്ടാണ് ലൈവ് അവിടെ സ്റ്റോപ്പായി. എവിടെ പോയി സജിത്ത്? ഫുഡ് കഴിച്ചോ? കഴിച്ചില്ല കഴിക്കണം. അമ്മായി ബീഡി കമ്പനിയിൽ പേപ്പർ വായിക്കാൻ പോയിട്ടുണ്ടാവും എന്ന് പറയും. എന്താനിയത്തി എന്നാ സംസാരം നോക്കിയിട്ട്? നല്ല വിശേഷം വിനീഷേ. സുഖമായിട്ട് പോകുന്നു. അവിടെ എന്താ വിശേഷം? എല്ലാവരും ഫുഡ് കഴിച്ചോ? അമ്പാനി ഇന്ന് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കി? വണ്ടിക്ക് എന്താ പറ്റിയത്? ഇസ്മയിലെ ഷോപ്പിലാണോ? ടിജു പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ പറ. ഷിജിത്ത് ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. വണ്ടിക്ക് ആക്സിൽ പൊട്ടിപ്പോയി. അയ്യോ ഷോപ്പിലാണ് പറയണ്ടത്. വയനാട് എവിടെയാ വീട് ചോദിക്കണ്ടേ? വയനാട്ടിൽ മാനന്തവാടി എന്ന് പറയൂ കേട്ടോ. മാനന്തവാടിയാണ് കേട്ടോ. ലൈക്ക് അടിച്ചു അമ്മാസ് പോടാ. അമ്പാനി വണ്ടിക്ക് ആക്സിൽ പൊട്ടിപ്പോയി. അതെങ്ങനെ സംഭവിച്ചേ? ഹായ് പറയണ്ട. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ? വണ്ടിക്ക് മാത്രമല്ല കുഴപ്പം പറ്റിയല്ലോ. എവിടെ പോയി? ഇസ്മയിലെ ഫുഡ് കഴിച്ചോടാ. അമ്പാനി ഇന്ന് എന്താ സ്പെഷ്യൽ? ചേച്ചി പോയോ? ചേച്ചി കൊക്ക് ക്ലാസ് എന്നാണ് ലൈവ് കയറേണ്ട. അനിയത്തി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞു വാവ അനിയൻ തിരിച്ചു പോയി. അനിയത്തി കുഞ്ഞു ഇവിടെ ഉണ്ടാണോ? അന്നേരം ഇപ്പൊ കൂട്ടിനാളായല്ലോ വീട്ടില്. കുഞ്ഞു വാവക്ക് എത്രയായി? അന്നേരം ഇപ്പൊ ചേച്ചുവിന് കമ്പനിക്ക് ആളായില്ലേ? അനിയത്തിരി പോകുന്നുണ്ടോ? തിരിച്ചു പോകുന്നുണ്ടോ? സന്തോഷമുള്ള കാര്യം. അമ്മയ്ക്ക് വേണ്ടി പറയാൻ ഒരാളായി. വീട്ടിൽ നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ബോറടിച്ചിരുന്നപ്പോ കുഞ്ഞുമാവ ഉണ്ടെങ്കിൽ സമയം പോകുന്ന അറിയില്ല. എവിടെ പോയി എല്ലാവരും? ലൈക്കും കമന്റ് ഒന്നും വരുന്നില്ല. ഓഗസ്റ്റ് 15 എന്ന് പറയുന്നുണ്ട്. ആണോ? അന്നേരം കുഞ്ഞു ഭാവിയാണ് അല്ലേ? VSK ലൈവ് ഇടാറില്ലേ ചോദിക്കുന്നത്? VSK ഇപ്പൊ ലൈവ് കുഞ്ഞിന് സുഖമില്ലടാ. കുഞ്ഞിന് കഫക്കെട്ട് പനി. കുഞ്ഞാപ്പൂനെ പോലെ തന്നെ കുഞ്ഞിന് കഫക്കെട്ടും പനിയൊക്കെ ആയിട്ട്. അതുകൊണ്ടായിരിക്കും കരച്ചിലും പിരിച്ചിലൊക്കെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഇടാത്ത. അവർ 23-ന് തിരിച്ചു പോകും. അയച്ചോടാ തിരിച്ചു പോകൂലേ? അന്നേരം എന്തോ പോലെയാവും ഇനി. അതാണൊരു പ്രശ്നം. നമ്മളെ വിജയശ്രീയുടെ കല്യാണം കഴിഞ്ഞതൊക്കെ അറിഞ്ഞായിരുന്നു ടിജു? അവളെ കല്യാണം കഴിഞ്ഞ തൃശ്ശൂർക്കായിരുന്നു കല്യാണം എന്നൊക്കെ പറഞ്ഞായിരുന്നോ? അറിയോ? എന്താ സ്ഥിതി അറിയോ? തൃശ്ശൂരാണ്. ബിനോയ് ചേട്ടന്റെ നാട്ടിലേക്കാണ് കല്യാണം കഴിഞ്ഞ് പോയത് എന്നാണ് പറഞ്ഞത്. മുഹമ്മദ് ഹായ് ലൈവിലേക്ക് സ്വാഗതം. വരുന്നവരൊന്ന് ലൈക്ക് അടിച്ചേ. ഇല്ല എന്ന് പറയുന്നത് അറിഞ്ഞില്ല അല്ലെ? തൃശ്ശൂരിലേക്കാണ് എന്നാ പറഞ്ഞത്. ആളവിടെ ഒരു കമ്പനിയിലാണെന്ന് പറഞ്ഞത്. എന്തെന്നാ ഏലിയൻ എന്നാണോ? ഹായ് പറയുന്നുണ്ട്. ഹായ് അങ്ങനെയാണോ? പേര് മനസ്സിലായില്ല. വിജയശ്രീ ആരാന്ന് നോക്കിയിട്ട്? വിജയശ്രീ നമ്മൾ ആഷ്ലി. മുഹമ്മദ് ഹായ് പറയണ്ടേ. തിജു ഒന്നും അറിയില്ല പറയണ്ടാണ്. ആഷ്ലി ഇല്ലേ നമ്മളെ യൂട്യൂബിലൊക്കെ ഉള്ള ആഷ്ലിനെ അറിയോ? ചാനലിലുള്ള അവൾ ലൈവൊക്കെ ഇടാറുണ്ട്. മാസ് പ്ലീസ് മാം എന്ന് പറയുന്നുണ്ട്. പോടാ. മനു ഹലോ എന്ന് പറയുന്നുണ്ട്. ഹായ് മനു ലൈവിലേക്ക് സ്വാഗതം. മുഹമ്മദേ ഹായ് ലൈവിലേക്ക് സ്വാഗതം. വരുന്നവരൊന്ന് ലൈക്ക് അടിക്കാവോ പ്ലീസ്?
നിനക്കറിയില്ല ടീച്ചു അല്ല ഇസ്മയിലിനെ അറിയില്ല? ആഷ്ലീനെ, അവൾ ആഷ്ലി എന്നാണ് ചാനലിന്റെ പേര്. അറിയായിരിക്കും. അതിൽ ഒരുപാട് പേര് ലൈവില് കണ്ടിട്ടുണ്ടല്ലോ. നീ ഒന്നും പോയിട്ടില്ല ഇതുവരെ അവളെ ലൈവില്? കുറെ പേര് കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും പോക്കാല്ല. എൻ്റെ ലൈവിൽ ആദ്യം എപ്പോഴും വരും ആഷ്ലി, മനസ്സിലായി? യെസ്, അതാണ് വിജയശ്രീ. പിന്നെ ആദ്യം എൻ്റെ ലൈവിൽ സ്ഥിരം ഉണ്ടായിരുന്നു ആള്. ഭയങ്കര രസമായിരുന്നു പണ്ട് കേട്ടോ. ഇപ്പൊ കുറേ ആയിട്ട് വരാറില്ല. മാം ലവ് മാരേജ് ആണോ ചോദിക്കുന്നത്? അതൊന്നും എനിക്കറിയില്ലടാ. ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. കല്യാണം കഴിഞ്ഞു എന്നറിയാം. ഞങ്ങളൊക്കെ പണ്ട് ലൈവുള്ള സമയത്ത്, ടിജു ഒക്കെ ഉള്ള സമയത്ത് ആഷ്ലി കണ്ണനൊക്കെ ഭയങ്കര കോംബോ ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു ആ കോംബോയില്. ടിജു കുറെ ട്രോൾ ഉണ്ടായിരുന്നു ഞങ്ങളെ ലൈവില്. ഫുള്ള് ട്രോള്. അപ്പൊ അതൊക്കെ പോയി. ആയിക്കോട്ടെ മാസേ, ആയിക്കോട്ടെ. വരുന്നവരൊന്ന് ലൈക്ക് അടിക്കാവോ? ഇന്ന് 100 ലൈക്ക് ആക്കണം എന്നൊക്കെ പറഞ്ഞോണ്ടാ ഞാനിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ 110 കോള് വന്നു. അന്നേരം അങ്ങനെ പോയി. ഇന്നത്തെ സമയം മുഴുവൻ പോയി. നിന്നെ അടിമാന്നല്ല വിളിക്കണ്ട, ചാട്ടവാറിന് അടി തരാം. അതാണ് എനിക്ക് വേണ്ടത്, മനസ്സിലായോ? മാസ് അടിമയാക്കാൻ കുറച്ച് പണി ചെയ്യാൻ ആളിനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. വേഗം അത് പറയണ്ട. അതന്നെ ടിജുവിന്റെ അടിമയായിരിക്കും. അതാ നിനക്ക് നല്ലത്. എനിക്ക് അടിമകൾ ആവശ്യമില്ല. നിനക്ക് ടിജു ആകുമ്പോ കുഴപ്പമില്ല. അവനൊരാളെ എന്തായാലും ഒരു ആവശ്യമുണ്ട്. നേരം നീ അങ്ങോട്ട് വിട്ടോ, കുട്ടിച്ചാത്തനായിട്ട് പോയിക്കോ. സുജിത്ത് ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട്. ഹായ്, ലൈവിലേക്ക് സ്വാഗതം. സുജിത്തെ പുതിയ ആളാണോടാ? സുജിത്തെ ഇവിടെ പോയി എല്ലാരും? ആരെയും കാണുന്നില്ല. പ്ലീസ് മാമോ പോടാ. ഇപ്പൊ വരാന്ന് പറയണ്ട. എവിടെ പോവാ? ഫുഡ് കഴിക്കാൻ പോവാ? ഹലോ എന്ന് പറയുന്നുണ്ട്. ഹായ് ഡാ സുജിത്ത്. ശരി, എന്നെ മറന്നു എന്ന് പറയുന്നുണ്ട് സുജിത്ത്. നമ്മൾ ലൈവിൽ വരാറുണ്ട്. കുഞ്ഞാപ്പു ഉറങ്ങിപ്പോയി. രണ്ടടിക്കട്ടെ. അയ്യോ അമ്പാനിയെ വേണ്ട. അമ്പാനിയെ മാമയ യുവ അടിമ. അയ്യോ, എനിക്ക് അടിമേന ആവശ്യമില്ല. ടീജുവിനൊരു അടിമേന ആവശ്യമുണ്ടടാ. നീ ഒന്ന് പോവോ? ചെല്ല്. കുഞ്ഞാപ്പു ഇത്ര നേരം എൻ്റെ മടിയിലുണ്ടായിരുന്നു. ആളുറങ്ങി. ശ്യാം ചേട്ടന് ജോലി. ശ്യാം ചേട്ടന് വീടിൻ്റെ അടുത്ത് തന്നെയാണ് ജോലി. അന്നേരം കൂട്ടുകാരൻ്റെ വീട്ടിലാ. അന്നേരം അങ്ങോട്ട് അവിടെയാ, ഇവിടെ അടുത്താ. ഇസ്മയിൽ പോയാ? ഫുഡ് കഴിച്ചോ ടീച്ചോ? മാസേ നിന്റെ അടുത്ത് തൂക്കി വെളിയിലെറിയണ? എന്തായി വീട് പണി ഒന്നായിട്ടില്ല, അവിടെ കിടക്കുന്നുണ്ട്. ഇന്ന് കറണ്ട് കിട്ടി. ഇന്ന് കറണ്ട് ലൈൻ വലിച്ചു. ഇനിയിപ്പോ അടുത്ത പരിപാടികളുണ്ട്. എന്തായാലും കുറച്ച് സമയം എടുക്കൂടാ. കുറച്ച് ദിവസം കഴിയും സ്റ്റാർട്ടിങ് ആവാൻ. കഴിക്കാനായോ ചോദിക്കണ്ട. എടാ ഞാൻ ലൈവ് ഇട്ടിട്ട് ലൈവ് നിർത്തണ്ട. 12 മണി കഴിഞ്ഞു ലൈവ് ഇടുമ്പോ. 1 മണി ആവാനായി ലൈവ് ഇടുമ്പോ. 12:30 കഴിഞ്ഞു. 12:45 ആവാനായി. അതിൻ്റെ ഇടയിൽ കൂടെ കുറേ കോള് വന്നിട്ട് എൻ്റെ ലൈവ് കട്ടാകല്ല, കറങ്ങിപ്പോയി. കഴിക്കാനാകുന്നേ ഉള്ളൂ എന്ന് പറയണ്ടാണോ? ഞാനിനി കുറച്ച് നേരം കഴിയും. ബൈ മാന്ന് പറയണ്ട. ആയിക്കോട്ടെ. പൊന്നു ചക്കര സ്കൂളിൽ പോയാ? പൊന്നും ചക്കര സ്കൂളിൽ പോയി. പൊന്നൂന് ഇന്ന് ശാസ്ത്രമേളയാ. അവർക്കിന്ന് സയൻസിന്റെ എന്തോ അസൈൻമെന്റ് പരിപാടികളുണ്ട് 2 ദിവസം, ഇന്നും നാളെയും. അന്നേരം അങ്ങോട്ട് പോയി. എന്തായിരുന്നു കൊറിയർ എന്ന് വയ്ക്കുന്നുണ്ട്? അത് ചക്കരയുടെ പെരുന്നാളാടാ, 15-ാം തീയതി. അതായത് അവർക്കൊരു ജോഡി ഡ്രസ്സ് എടുക്കുന്നുണ്ടായിരുന്നു ഓൺലൈനിൽ. ബിനോയ് ചേട്ടൻ വന്നില്ല. ബിനോയ് ചേട്ടൻ ഇന്ന് തിരക്കാ, പണിയുണ്ട്. വന്നിട്ട് പോയി. ചേച്ചി സ്ട്രീം ഫോക്കസ് നിനക്ക് എന്താടാ കാണണ്ട അവിടെ? മാം ഐ ആം സബ്സ്ക്രൈബ് യു എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തതൊക്കെ വലിയ കാര്യം. പക്ഷെ ഇവിടെ അടിമകളെ ആവശ്യമില്ലടാ. അടിമപ്പണിയുടെ കാലം കഴിഞ്ഞു പോയില്ലേ. ബിനോയ് ചേട്ടൻ അവിടെ ഇന്ന് പള്ളിയിലാണ് കാടുവെട്ട്. എന്തോ കല്യാണം നടക്കുന്നോണ്ട് വൈകുന്നേരം ആവും ഇന്ന് കാടുവെട്ട് തീരുമ്പോന്ന് അറിയുന്നുണ്ടായിരുന്നു. അവൻ ചൊറിയനാണ്, എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അവന്റെ ഡയലോഗ്. വിസ്മയില് മാം പ്ലീസ് മാസേ നിന്നെ എടുത്തപ്പോ തൂക്കി വലിച്ചെറിയും. മുകളിൽ തന്നെ തൂക്കി വലിച്ചെറിഞ്ഞാണ്ടിനല്ലോ, അതുപോലെ നിന്നെ ഇപ്പൊ വലിച്ചെറിയും. വേണ്ടെങ്കിൽ നീ ഇവിടെ മിണ്ടാണ്ടിരുന്നു, അതാവുമ്പോ നിനക്ക് നല്ലത്. ആ പുഴൊന്ന് കാണിച്ചു കൊടുക്ക്, കണ്ട് തൃപ്തിയാവട്ടെ. സുജിത്ത് ആ ഫുഡൊക്കെ കഴിച്ചോന്ന് ചോദിക്കണ്ട. ഇല്ലടാ, ഫുഡ് കഴിച്ചിട്ടില്ല, കഴിക്കണം.
ലൈവ് നിർത്തിയിട്ട് കഴിക്കണം. ഞാനിന്ന് 100 ലൈക്ക് ആക്കണം എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന കേട്ടോ. ഇപ്പൊ തന്നെ സമയം പോയ പോക്കൊക്കെ 1:30 എന്താവും അറിയില്ല, നോക്കാം. ആളുണ്ടെങ്കിൽ ഇരിക്കാം, ആളില്ലെങ്കിൽ നിർത്തിയിട്ട് പോവാം, അത്ര തന്നെ ഉള്ളൂ. ഇപ്പൊ ആളില്ല ലൈവിൽ, അതുകൊണ്ട് ഇരിക്കാൻ ഭയങ്കര മടി പിടിക്കും. ആള് ഭയങ്കര കുറവാണ് ലൈവ്. ഹായ് പറയും ഡിസ്മൈല്. അവന് കിട്ടാൻ വേണ്ടി ചോദിച്ചോണ്ട് നടക്കണവൻ. അല്ല, നമ്മളെ പരുന്തും കൊക്ക് ക്ലാസ്സിൽ 2 മണിക്ക് കയറിയാൽ മതി എന്നിട്ട് അവനയിലേ പോയി പരുന്ത് മുങ്ങി. ഇന്ന് ഫസ്റ്റ് കൊണ്ടുവരും. ഇന്നും നാളെ ഉണ്ടടാ മത്സരം. അത് ഒരു അസൈൻമെന്റ് ആണ്. ഇന്നൊരു ദിവസം അവർക്ക് അതിനെ കുറിച്ചുള്ള അസൈൻമെന്റ് തയ്യാറാക്കാനുള്ള ഒരു ക്ലാസ്സും, എങ്ങനെ അസൈൻമെന്റ് തയ്യാറാക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സും, ഇവര് സ്വയം അത് കേട്ട് ഇവര് സ്വയം എഴുതി ഇവര് സ്വയം വരച്ച് ഓരോ പാരഗ്രാഫിനും ഓരോ ചിത്രം വെച്ച് വേണം എന്ന് എന്തൊക്കെയോ പറയണുണ്ടായിരുന്നു. ഈ വന്നാലറിയാം എന്താ സംഭവം. കുറെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുറെ സ്ക്രീൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഇപ്പൊ അതൊക്കെ അയച്ചു കൊടുത്തു. അതിന്റെ ഇടയിൽ കൂടെ, ഈ ലൈവിന്റെ ഇടയിൽ കൂടെ അതൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അവള് വന്നാൽ അറിയാം എന്താണ് ഏതാണ് സംഭവം. നാളെയാണ് പ്രദർശനം, നാളെയാണ്, ഇന്ന് തയ്യാറാക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. കറക്റ്റായിട്ട് അറിയില്ല. 5 പേര് കൂടി ചെയ്യുന്നതാണ്. തിജു ബ്രോ സുഖല്ലേ, ഫുഡ് കഴിച്ചോന്ന് നോക്കിണ്ട്. കണ്ണൻ കേല് വന്നിട്ടുണ്ടല്ലോ, ഹായ് പറയുന്നുണ്ട്. തിജു ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട്. കണ്ണൻ വീപ്പണ്ണേന്ന് വിളിക്കണ്ട്. എന്താ കണ്ണപ്പേ തിജു ബ്രോ എന്ന് വിളിക്കണ്ട്. ഷാനൂസ് പോടാ, സുഖമായിരിക്കുന്നു കണ്ണ, കഴിച്ചില്ല, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് നോക്കിയത്. കണ്ണൻ ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാൻ കഴിച്ചില്ലടാ കണ്ണ, കഴിക്കണം. ഫസ്റ്റ് കിട്ടും പറയുന്നുണ്ട്. എന്താ അറിയില്ല, അത് ഫസ്റ്റ് കിട്ടാൻ സാധ്യത ഭയങ്കര കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് സ്കൂളില്ലേ വയനാട്ടിൽ, എത്ര സ്കൂളുണ്ട്. എല്ലാ സ്കൂളിൽ നിന്നും പിള്ളേരുണ്ടാവില്ലേ, വലിയ വലിയ സ്കൂളുകളിൽ നിന്നൊക്കെ പിള്ളേരുണ്ടാവും. അവരെ നന്നായി വലിയ വലിയ സ്കൂളിലത്തെ പിള്ളേർ പറഞ്ഞാൽ ഇവരെ പോലെ ഒന്നല്ലല്ലോ, അവര് വേറെ ലെവലായിരിക്കും. അന്നേരം ഫസ്റ്റ് ഒരു എ ഗ്രേഡൊക്കെ കിട്ടുന്നത് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ഒന്നും കിട്ടില്ലടാ, അവിടെ വലിയ സ്കൂളുകൾ വേറെ ഉണ്ട്. നമ്മളതൊക്കെ സാധാ സ്കൂള്, സാധാ പിള്ളേരല്ലേ. നല്ല വിശേഷം, സുഖല്ലേ അവിടെ നോക്കുന്നുണ്ട് തിജുവിനോട്. മിയ ഹായ് പറയുന്നുണ്ട്. കണ്ണൻ മിയാക്കാന്ന് വിളിക്കണ്ടേ. മിയാക്കാനെ നീ അറിയോടാ? നീ മിയാക്കാനെയൊക്കെ അറിയും. സുഖം കണ്ണാ, ഇന്ന് ജോലിക്ക് പോയില്ലേക്കുണ്ട്. ഇവൻ ജോലിക്ക് പോവാറൊന്നും ഇല്ല തോന്നുന്നുണ്ട് തിജു. എപ്പോഴും ലൈവില് കാണാ. എന്റെ ലൈവിലല്ല കേട്ടോ, വേറെ ലൈവില്. നൈറ്റും ഉണ്ടാവും ഫുൾ ടൈം ലൈവില്, ഡേയും ഉണ്ടാവും ഫുൾ ടൈം ലൈവില്. നമ്മളെ ലൈവിൽ ഇപ്പൊ വരാൻ ഭയങ്കര മടിയാണ്. മിയാക്കഥ കണ്ണനെ വിളിക്കണു. ഇവര് ഇത് എവിടെയും പരിചയക്കാരാണ്. എന്റെ ദൈവമേ, വരുന്നവരൊന്ന് ലൈക്ക് അടിക്കണേ. അജയ് യൂട്യൂബിൽ എത്ര രൂപ കിട്ടും? ഒന്നും കിട്ടണില്ല അജയ്. ഒരു സൂപ്പർ ചാറ്റ് ചെയ്യ അജയ്. നമ്മുടെ അക്ക എന്ന് പറയുന്നുണ്ട്. അക്ക മലയാളാണോ തമിഴാ ഹിന്ദിയാ? എടാ ആരുടെ കണ്ണത്? എന്നെയും കൊണ്ട് ഏറ്റെടുക്കുമ്പോ ലൈവിൽ നിന്നാ. ജിബിക്ക് എന്താണ് പ്രശ്നം? ഇപ്പൊ ജിബി കണ്ണ ചിരിക്കണ്ട. ഇത് ആരുടെ ഈ അക്ക കണ്ണ? എനിക്ക് മനസ്സിലായില്ല. ഏതക്ക? നീ തന്നെ വേറെ ഐഡി ഉണ്ടാക്കി വന്നാണ് ആ DP വെച്ചിട്ട്. മിയ ആരുണ്ടല്ലേ കണ്ണാന്ന് നോക്കണ്ട്. മിയ കാൽഫിയനെ അറിയാത്ത ആരുണ്ട് കണ്ണാന്നാ തിരിച്ചു. ഇത് ആരുടെ ഇത്? എനിക്കറിയണില്ല, നോക്കട്ടെ. ഇത് ചാനലൊന്നും ഇല്ലല്ലോ. തിരിച്ചിരിക്കണ്ട. ഇത് ആരുടെ? എനിക്കറിയണില്ല. എന്നെയും കൂടി ലൈവ് എടുക്കാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും. ഇത് സണ്ണി ചേച്ചിയുടെ അക്കയാന്ന് പറയണ്ട. അയ്യോ എനിക്ക് വയ്യ, എന്നെ അറിയൂലെന്ന്. എനിക്കറിയില്ല, അധികം നോക്കണ്ട അറിയണ്ട. ഞാൻ പോയി നോക്കിയതാണ്. ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടി. എനിക്കറിയില്ല. ഈ കണ്ണൻ തന്നെ വേറെ വല്ല ID വെച്ച് വന്നിരിക്കും. ഇവന് പിന്നെ ഇങ്ങനത്തെ ആൾക്കാരാണ് നല്ല ഫേമസ് ആയിരിക്കും. കണ്ണനല്ല ആള് ഇല്ല കണ്ട. ഇവൻ ഇങ്ങനത്തെ ആൾക്കാരെയാണ് കൂടുതലായിട്ട് അറിയാം. അല്ലാത്ത ആൾക്കാരൊന്നും ഇവനറിയില്ല. സന്ധ്യ ചേച്ചി ഹായ് മോളെ, ലൈക്ക് 35 പറയുന്നുണ്ട്. താങ്ക് യു ചേച്ചി. ഫുഡ് കഴിച്ചോ? വരുന്നവര് ഒന്ന് ലൈക്ക് അടിക്കാവോ പ്ലീസ്? അമ്മൂസ് വേൾഡ് ഹായ്. ചേച്ചി പെണ്ണേ, എന്താ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട്? ഇതുണ്ടോ ഇവിടെ കണ്ടോ? ഇതൊക്കെ നമ്മളെ ചക്കര ചെയ്ത് വെച്ച പൂക്കളാണ് കണ്ടോ. ചക്കര ഇനിയിപ്പോ 2 ദിവസം കൂടെ കഴിഞ്ഞ് ചക്കരയും പോവും. ഹായ് അമ്മൂസ് ഹായ് പറയുന്നുണ്ട്. ഹായ് ലൈവിലേക്ക് സ്വാഗതം. അക്ക ഇപ്പോൾ സീരിയൽ ഒന്നും ഉണ്ടാവാറില്ല. ന്യൂ വല്ലതും ഉണ്ടോന്നോ? എന്താ സീരിയലാ?
അമ്മൂസ് ഹായ് പറയുന്നുണ്ട്. ഹായ് ടിജു. ഹായ് കെ എൽ എന്ന് വിളിക്കട്ടെ. കെ എൽ ടിജു കെ എല്ലിനെ ഒന്ന് കൂട്ടാക്കി കൊടുക്കൂട്ടെ. ടിജു കൂട്ടല്ലെങ്കിൽ നമ്മളെ പയ്യനാ. കെ എൽ ചാനലിടെ ചാനലിൽ വാടാ. വിമലെ ചാനലിൽ വാ. ഇതല്ല കേട്ടോ, വേറെ ചാനലുണ്ട്. എടാ ചാനലിൽ വാടാ. അസ്ല ഹായ് ചേച്ചി പറയുന്നുണ്ട്. ഹായ് സന്തോഷ് ഹായ് പറയുന്നുണ്ട്. ഹായ് കണ്ണൻ ടിജു ബ്രോ എന്ന് വിളിക്കുന്നുണ്ട്. സന്തോഷേ ഹായ് ഇടാ. ലൈവിലേക്ക് സ്വാഗതം. ഓക്കെ വരാന്നുണ്ട്. ഇവൻ ചാനലിൽ വരും കേട്ടോ, അതൊന്ന് കൂട്ടാക്കണേ. കൊക്കു വന്നില്ലേ? കൊക്കു വന്നിട്ട് പോയി. ടിജുവിന് ബ്ലൂ ഇല്ല കൂട്ടാക്കാൻ. ഒരു മിനിറ്റ്. ടിജുവിന് ഞാൻ ബ്ലൂ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഈ കെ എല്ലിന് വേറൊരു ചാനലുണ്ട്, അതിൽ വരും കേട്ടോ. അപ്പൊ അശ്വിൻ ഹായ്. ലളിത എന്നാണോ ഹായ് പറയുന്നത്? ഹായ് ലളിത എന്നാണോ? ഇൻസ്റ്റ ഉണ്ടോ? ഇല്ല ഇല്ല. കെ എൽ മോന്റെ പനി കുറവുണ്ടോ നോക്കണ്ടേ? ആ കുറേടെ വിമല കൊച്ചിന് കുറഞ്ഞാ വന്നു എന്ന് പറയട്ടെ. ഈ ചാനലാണ് കേട്ടോ, ഞാൻ ഇവിടെ പിൻ ചെയ്യണുണ്ടേ. ഞാൻ പിൻ ചെയ്ത ചാനലാണ് കേട്ടോ. ടിജു ഒന്ന് കൂട്ടാക്കി കൊടുക്കൂട്ടാ. ടിജു ഒക്കെ നമ്മളെ പണ്ട് തൊട്ടേ ലൈവിലുള്ള ആളാടാ. കുറച്ച് കാലമായിട്ട് ഒരു ബ്രേക്ക് ആയിപ്പോയി. കണ്ണൻ വി എസ് കെനെ വിളിക്കുന്നുണ്ട്. ഇതാ വി എസ് കെ. ഇത് വിമലാണോ ആതിരയാണോ? അമ്മേനെ കാണിച്ചു വന്നോടാ. 36 ലൈക്ക്. ഒരു 100 ലൈക്ക് ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പൊ 100 ലൈക്ക് കിട്ടണേ അമ്പ പാട്. ശ്വാസം ഹലോ എന്ന് ഷാസ്ന്നാണോ ഹലോ എന്ന് പറയുന്നുണ്ട്. ഹായ്. ഇവിടെ ഇപ്പോൾ ക്ലിനിക്ക് പോവാന്ന് പറയുന്നുണ്ട്. ആണോ? കുറഞ്ഞിട്ടില്ലല്ലേ? ഓ ഭയങ്കര ചൊറിയടാ പെണ്ണിന്. ഇപ്പൊ കുറഞ്ഞു വന്നിട്ടേ ഉള്ളൂ. എന്നാലും ചുമയുണ്ട് ഇടയ്ക്ക്. അപ്പൊ നാളെ എനിക്കിനി പോണം കാണിക്കാൻ. മറ്റന്നാൾ ഇവിടെ അമ്പലത്തിൽ പരിപാടിയല്ലേ, 8, 9 അമ്പലത്തിൽ പരിപാടി ഉണ്ടടാ വിമലെ. സ്വർണ്ണ പ്രശ്നം. അക്ക കാണിച്ചു ചേച്ചി. ഇനി ചെക്കനെ കാണിക്കാൻ പോവാന്ന് പറയുന്നുണ്ട്. ആണോ? കുറഞ്ഞിട്ടില്ല. സ്ഥലം എവിടെയാന്ന് ചോദിക്കുന്നത്? വയനാട്ടില്. അത് ചേച്ചി കഴിച്ചു മോളെ. ചാനൽ തുടങ്ങാൻ കുറച്ച് കാര്യം അറിയാനുണ്ട്. അത് നന്നായി അറിയുന്ന ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതിന് വെയിറ്റ് ചെയ്യുവാണ് മോളെ. പൂക്കൾ സൂപ്പർ ആണല്ലോ. എന്താ അത്? പ്ലാസ്റ്റിക് അല്ല പേപ്പർ. ഇനി പറ അടിച്ചരണ്ടണോ. ഹായ് കണ്ണാന്ന് വിളിക്കുന്നുണ്ട്. വീണക്കുട്ടിയേ അമ്മായിനെ വിളിച്ചോളൂ. അമ്മാവൻ ഇപ്പൊ കുറച്ചു നേരത്തെ അമ്മായി വന്നില്ലേ, ബീഡി കമ്പനിയിൽ പത്രം വായിക്കാൻ പോയോ എന്നൊക്കെ ചോദിച്ചോളൂ. നീ ഇന്ന് ലൈവ് ഇട്ടിട്ടില്ലേ? ആമി കണ്ണാന്ന് വിളിക്കുന്നുണ്ട്. അമ്പാനിയെ ഫുഡ് കഴിക്കാണ്ടാണോ ഈ പരിപാടി? അമ്മാവനെ വിളിക്കണത് അമ്മായി. ഒരമ്മാവനും ഒരമ്മായും. എനിക്ക് വയ്യ ദൈവേ. ഇപ്പൊ ഇടണമെന്ന. കുഞ്ഞാപ്പൂന് സുഖം തീരെ കുറവില്ലേ? ഇവിടെ നമ്മളെ കുഞ്ഞാപ്പൂന് കുറഞ്ഞു ചേച്ചി. കുഞ്ഞാപ്പൂ ഉറങ്ങാണ്. നാളെയും കൂടെ കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് വിടാ വെച്ചു. നാളെ ചെക്കപ്പിന് പോണം. ആമിച്ചിരിക്കുന്നുണ്ട്. അമ്മായി അമ്മാവനും കൂടെ അവിടെ നടക്കാം. അങ്ങനെ വയനാട് വി എസ് കെ നൽകിണ്ട്. ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളെ അനിയൻകുട്ടിയാണ്. അവനെ ഒന്ന് കൂട്ടാക്കിയരെ. അവൻ ഇടയ്ക്കൊക്കെ ലൈവ് ഇടാറുണ്ട്. ടിജു ആമി വിളിക്കുന്നുണ്ട്. കൃപേഷ് ഹായ് പറയുന്നുണ്ട്. ആമി ഇതാരാ വന്നേന്നുണ്ടോ? ടിജു വന്നിട്ടുണ്ട്. ഷിബു വർഗീസ് ഹായ് പറയുന്നുണ്ട്. ഹായ്. വരുന്നവരൊന്ന് ലൈക്ക് അടിക്കടാ. കാരണം ചീഫ് ഫുഡാ. എന്ത് ചീഫ് ഫുഡടാ? പുട്ട് ആമി. അത് തള്ളാമി എന്നുള്ളത് നീ മാറ്റി പുട്ടാമി ആക്കിയതാ. ആമിച്ച നിന്നെ വിളിക്കുന്നുണ്ടാ? ആമിച്ചാന്ന് വിളിക്കുന്നുണ്ട്. ഇസ്മയിൽ ആമി വിളിക്കുന്നുണ്ട്. വി എസ് കെ ഹായ് ടിജു ബ്രോ എന്ന് വിളിക്കുന്നുണ്ട്. ആമിച്ചി ഫുഡ് ഇല്ലാഹും. ആമിച്ച സാപ്പിട്ടിയാന്ന് വിളിക്കുന്നുണ്ട്. ജാട വീണ റെഡി. ഞാൻ ജാട തന്നെ. ടിജു ആമി കഴിച്ചോന്ന് വിളിക്കുന്നുണ്ട്. ആമി സ്മൂന്ന് വിളിക്കുന്നുണ്ട്. ആമിനി ടിജുവിനെ കണ്ടില്ല. ആമിച്ച ടോമി എവിടെയും ചോദിക്കുന്നത്. ഇപ്പൊ ഫുൾ ടോമി ലൈവ് ആണല്ലേ ഇവിടെ ഇടുന്നത്. ടിജു ഇല്ല നീയോ നോക്കുന്നുണ്ട്. കണ്ണൻ TI നോക്കി. ടിജുവിനെ വിളിച്ചാണ് TIന്ന്. ഇവൻ എന്തെല്ലാം സ്പെല്ലിങ് ആദ്യത്തെ അക്ഷരം മാത്രം ഇടുന്നത്. ബാക്കി ഇത് അറിയില്ല ഇവന്. 37 ലൈക്കേ ഉള്ളൂ. അയ്യോ എടി ആമി നീ എങ്ങനെയടി 4 പേര് 5 പേരെയൊക്കെ വെച്ചിട്ട് ലൈവ് ചെയ്യണം? ഞാൻ ഇന്നലെ നിന്റെ ലൈവ് എടുത്ത് നോക്കിയത്. കണ്ണ അനിയത്തി എന്ത് പറയണോ? സുഖമായിരിക്കുന്നോന്ന് ചോദിക്കുന്നുണ്ട്. സന്ധ്യ ചേച്ചി മോളെ ചേച്ചി പോയിട്ട് പിന്നെ വരാട്ടോ. ആയിക്കോട്ടെ. ടിജുവിനെ ഞാൻ എന്നും കാണാറുണ്ട് വീണേന്ന് പറഞ്ഞാണോ? അളിയ കുട്ടീസ് നോക്കണ്ട. അളിയൻ പണിക്ക് പോയി, കുട്ടീസ് സ്കൂളിൽ പോയി. ആമിച്ചിനേക്കാളും ഫാൻസ് ടോമിക്കാണ് പറയുന്നത്. ടിജു കഴിച്ചില്ല ആമി എന്ന് പറയുന്നുണ്ട്. കൺ സുഖം എന്ന് പറയുന്നുണ്ട്. ആമി സ്മൂന്ന് വിളിക്കുന്നുണ്ട്.
എടി ആമിയെ ഇന്നലെ ഞാൻ നിന്റെ ചാനൽ എടുത്തു, അതാണ് ഞങ്ങളുടെ ആമി. ആ എന്നെ ആരോ വിളിക്കുന്നുണ്ട്, പോയി നോക്കട്ടെ. ഞാൻ നോക്കുമ്പില്ലടാ, ഇവക്കാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ, ഇവളെ അറിയുന്ന ആൾക്കാർ. പക്ഷേ ഇവളെ ലൈവിലില്ലേ ഇന്നേ വരെ എനിക്കൊന്ന് 1-2 കണ്ട തോന്നുന്നു 1K വ്യൂ പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവക്ക് വാച്ച് അവർ പെട്ടെന്ന് ആവാത്തട്ടോ. ഞാൻ ഫാൻസ് അയൽ വീട്ടിലേക്ക് ഒഴുക്കി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഫാൻസ് അയൽ വീട്ടിലേക്ക് ഒഴുക്കി. അമ്മച്ചി ഇല്ലേ ടിജു അവിടെ നോക്കുന്നുണ്ട്. അതിനു വേണ്ടി നീ നോക്ക്, നമ്മളെ ഇവള് പുതിയ ചാനൽ തുടങ്ങി. ആര്? നിമ്മി. അവള് പുതിയ ചാനൽ തുടങ്ങിയിട്ട് അവിടെ കുറച്ച് വീഡിയോസും കുറച്ച് ലൈവേ ചെയ്തിട്ടുള്ളൂ. അവള് ഹാഫ് മോണി കഴിഞ്ഞു. അവൾക്ക് എല്ലാ ലൈവിലും നല്ല ആളുണ്ട്. ഞാൻ ആരോടും പിണക്കമില്ലല്ലോ, അതാന്ന് പറയുന്നത്. അല്ല, ഞാൻ ഇന്നലെയാണ് നിന്റെ ലൈവ് ഞാൻ കയറി നോക്കിയത് കേട്ടോ, ചാനലിൽ കയറി നോക്കിയത്. അന്നേരമാണ് ഞാൻ എനിക്ക് ശ്യാമേട്ടനോട് പറയുന്നത്, ആമീനെ അറിയാത്ത ആൾക്കാർ യൂട്യൂബിലില്ല, ആമി എല്ലാവരും പരിചയക്കാരാ. പക്ഷെ ഇന്നേ വരെ ആമിക്ക് ഒരു 1K 2K ഒക്കെ 2-3 ലൈവെങ്കിലും പോയിട്ടുണ്ട്. എന്ത് വേണം, എല്ലാവരും 500 താഴെ, 500 600 അങ്ങനെ മാക്സിമം പോണം. അതെന്തായിരിക്കും അങ്ങനെ? വീണ ഇത് പൊട്ടത്തിന്ന് പറയുന്നുണ്ട്. അല്ലടാ, അത് നീ ഭയങ്കര അല്ലല്ലേ ടിജു ആന്ന് പറയണ്ട ആമി, അത് ഭയങ്കര ഇതാണ് കേട്ടോ. അതെനിക്ക് തോന്നുന്നു ഇവള് കുറെ വർഷമായതുകൊണ്ടാണോന്ന് അറിയില്ല. ഞാനിട്ട് ഇന്നലെ അവള് നിമ്മി വന്നപ്പോൾ ചോദിച്ചു, നീ ഇത്ര പെട്ടെന്ന് ഇട്ടിട്ട് ഇത്രയും പെട്ടെന്ന് ഹാഫ് മോണിയൊക്കെ ആയോ? അത് നോക്കുമ്പോൾ അവൾക്ക് പുതിയ ചാനലായതുകൊണ്ട് പെട്ടെന്ന് കയറിപ്പോയി, ഹാഫ് മോണി ആയി എന്ന് പറഞ്ഞ. മിച്ചന്റെ കാര്യമായി ഞാൻ ഇന്നലെ ഇങ്ങനെ തന്നെ പറയായിരുന്നു. അവള് 3-4 ആളുണ്ടെങ്കിലും അവളിങ്ങനെ ഇരിക്കുക. എനിക്കൊരു 10 പേര് കുറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇരിക്കാൻ പറ്റില്ല, ഞാൻ ഇട്ടിട്ട് പോകും. ഇതിനങ്ങനെ ഇരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, ഇതങ്ങനെ ഇരുന്നോളൂ. ആമി ഒരു ചാനൽ കൂടി തുടങ്ങും എന്ന് പറയുന്നുണ്ട്. ആമി ഒരു ചാനൽ, എനിക്ക് അതൊരു പ്രോബ്ലം തോന്നില്ല വീണേ. ഞാൻ 2 വർഷമായില്ലേ യൂട്യൂബ്, മാമ പണി തന്നതാ, അതന്നെ ആയില്ല, അതുകൊണ്ടാണ്. നീ ഒരു പുതിയ ചാനലും കൂടെ തുടങ്ങിയൊക്കെ അതിൽ ചിലപ്പോ വേഗം ഓടും. അതായിരിക്കും എനിക്ക് തോന്നുന്നു, ഇത്രയും വർഷമായതുകൊണ്ടാ തോന്നുന്നുണ്ട് കേട്ടോ അവളെ ചാനലിനെ പതുക്കെ ഓട്ടിക്കണേ. അല്ലെങ്കിൽ സ്വയം കണ്ടന്റ് ഒക്കെ ആകുമ്പോൾ ടിജുവ് അത് തന്നെയെന്ന് പറയുന്നുണ്ട്. നമ്മൾ സ്വയം കണ്ടന്റ്, ഇവള് സ്വയം കണ്ടന്റ് തന്നെ ഇടുന്നത്. സ്വയം കണ്ടന്റ് ആകുമ്പോൾ യൂട്യൂബ് വേഗം റെക്കമെൻഡ് ചെയ്യേണ്ടതാണ്. കിളവിയായില്ല, അതുകൊണ്ടാണ് അത് പറഞ്ഞു. അല്ല, സ്വയം കണ്ടന്റ് യൂട്യൂബ് പെട്ടെന്ന് റെക്കമെൻഡ് പോകേണ്ടതാടാ, എന്താന്ന് ആർക്കറിയാം. എന്തോ ആമി കണ്ണാന്ന് വിളിക്കുന്നു. ഇന്നലെ രാത്രി ശ്യാമാട്ട കുറച്ചു നേരം ലൈവിൽ കയറിയിട്ടുണ്ടായി തോന്നുന്നു. ചെറുപ്പം പെണ്ണുങ്ങളാണെങ്കിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും, പിന്നെ ഫേസ് ലൈവ് ഇടാറില്ല എന്ന് പറയുന്നുണ്ട്. അതന്നെ ഞാൻ ഇതിനോട് പറഞ്ഞ, കുറച്ച് ഫേസ് ലൈവ് ഒക്കെ ഇടുന്നു കണ്ണറിയുന്നത്. അല്ല, ആമിയുടെ ഇത് വെച്ച് നോക്കുമ്പോ ആമിക്ക് എപ്പോഴും ആള് ഇഷ്ടം പോലെ വരേണ്ടതാണ്. ആമിയുടെ ഒരു കണ്ടീഷനില് ഞാൻ എന്റെ സ്വയം പരിശ്രമം കൊണ്ട് ഹാഫ് മോണി ആവും എന്ന് പറയുന്നുണ്ട്. അല്ലേ, അവള് അങ്ങനെ തന്നെയാണ്. അവളത് ആപ്പാടെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇല്ലേ, കുറച്ച് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുള്ളൂ, ലൈവും കുറച്ച്. പക്ഷെ നല്ല വ്യൂ ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ഓടുന്നുണ്ട്. അവള് ഫേസ് ലൈവ് അല്ല ചെയ്യണേ. ഇപ്പോൾ ആമിച്ച W എന്താ പാട്ടുന്നാ, എന്താ ഉദ്ദേശിച്ചത്? W ഫേസ് ലൈവ് അല്ലാത്തോണ്ട് 25 hours കുറവാണ് ഒരു ഡേ കിട്ടുന്നത്. ആണോ? അതൊക്കെ വേണം. വീണ മുഖം കണ്ടില്ലേ, ചെറിയ കുട്ടികളെ പോലെ. എന്നിട്ട് മോണിയായി, പിന്നെ ജാട. പോടാ അവിടുന്ന്. എനിക്ക് ആദ്യമേ അറിയില്ലല്ലോ ലൈവ് ഇട്ടാലൊക്കെ മോണിയാവുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ എന്റെ പൊട്ട ഫോണും അല്ലേ, അതിൽ ലൈവ് ഇട്ടിട്ട് വന്നാലും ആളുണ്ടായിരുന്നു കേട്ടാ, നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്നിട്ട് നമ്മൾ ആ പൊട്ട ഫോണിൽ ആന്റിന TV പോലെ കുറെ ലൈവ് ഇട്ട്. പക്ഷെ ആദ്യമേ അറിയാണെങ്കിൽ ഏതേ കാലത്ത് മോണിയായിട്ടുണ്ടാവും. പക്ഷെ അറിയില്ലല്ലോ. W അടിപൊളിയാണ്. എന്ത് W? എന്തെന്നാ W? എവിടെ W? എന്താണ് ഈ W കാര്യം പറയണേ? W അടിപൊളിന്നാ. ഇനി പറ, ആരാ വന്നേ? എൻ്റെ ഇന്ന് ബ്ലൂക്കാര് മാത്രമേ ഉള്ളൂ, വേറെ പുറത്തുനിന്ന് ആരും ഇന്ന് ഇങ്ങോട്ട് പ്രവേശനം ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഞാനും ലൈവ് നിർത്തി പോകാൻ പോവാ. ഈ 14 പേരൊക്കെ വെച്ച് ലൈവ് ഇട്ടിട്ടൊന്നും എനിക്ക് മുതലാവില്ലേ. ഒരു 40 ലൈക്കാക്കാം, 50 ലൈക്കാക്കിയാൽ ഞാനും പോവാ. ഞാൻ 100 ലൈക്കാണ് പറഞ്ഞോണ്ടിരുന്നത്. ഇനി 100 ലൈക്കിനൊന്നും ഇരിക്കില്ല, 50 ലൈക്കാക്കി പോവാ.
ഇവിടെ ലൈവ് തന്നെ പെർമിഷൻ ഉണ്ടായിട്ട് അല്ല, അത് എന്റെ വാശിക്ക് ഇടുന്നേ. ഫേസ് ലൈവ് ഇട്ടാ പിന്നെ തീർന്നില്ലേ. ഗ്ലാമർ കൂടി കൂടി വരുവാണല്ലോ. എന്റെ കൊച്ചു മുതലാളി എവിടെ ആയിരുന്നു? കുറെ നാളായില്ല കണ്ടിട്ട്. യൂട്യൂബർ ആയിട്ട് ഡബ്ല്യു അറിയില്ല. എനിക്കറിയില്ല എന്താ ഡബ്ല്യു. എനിക്ക് ഇന്നലെ 102 ലൈക്ക് കിട്ടിന്ന് പറയുന്നുണ്ട്. അത് നീ 4 മണിക്കൂർ ഇട്ടിട്ട് കുത്തിയിരുന്നില്ലേ? ഞാൻ 2 മണിക്കൂറോ ലൈവ് ഇടാറില്ല. നീ 4 മണിക്കൂറൊക്കെ അല്ലേ യൂട്യൂബുകളിലെ ലൈവ് ഇടുക. പിന്നെ നിനക്ക് 102 ലൈക്ക് കിട്ടിയിട്ട് നിനക്ക് നഷ്ടക്കച്ചവടമാണത്. എന്നെ കീബോർഡ് ചോദിച്ചത് ഡബ്ല്യു തന്നെ വന്നത്. അതിന്റെ അർത്ഥം ഒഴിച്ചോ. എന്നെ പൂരെല്ലാം പൊട്ടത്തിയാക്കി. ആമി ചിരിക്കണ്ട്, ടീച്ചു ചിരിക്കണ്ട്. അല്ലേ എന്ത് ഡബ്ല്യു നോക്കുമ്പോ അവൻ പറയും യൂട്യൂബർ ആയിട്ടില്ല ഡബ്ല്യു അറിയില്ലത്. ഇസ്മയിൽ പറയണത് തെറ്റി വന്ന ഡബ്ല്യു ആണ്. ഇതിപ്പോ എന്താ സത്യോ? എന്താ ഡബ്ല്യു? ഇസ്മയിൽ നീ തന്നെ പറഞ്ഞോ. ഇത് ഇവരെ എന്നെ പൊട്ടത്തിയാക്കുന്നുണ്ട്. 4 hours ഇട്ടത് അതില് നല്ല വാച്ച് അവർ കിട്ടാനാണെന്ന് പറയുന്നത്. അന്നേരം പിന്നെ 102 ലൈക്ക് നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് പിന്നെ എന്താ ആമി കാല്? ആമിച്ച കിട്ടിയില്ലേ? മിണ്ടാതിരിക്കറിയില്ല. ഇവിടെ ഇപ്പൊ എന്തുണ്ടായി എനിക്കറിയില്ല. ഒരു ഡബ്ല്യു കഥയിൽ തുടങ്ങിയിട്ടുണ്ട്. എന്ത് ഡബ്ല്യു എനിക്ക് മനസ്സിലായില്ല. എന്താണ് ഡബ്ല്യു? ആമിച്ചന് വയറ് നിറഞ്ഞു. എന്തിന്? പോയിസ് 3 പറയുന്നുണ്ട്. എന്ത് സംഭവോ? ആമിച്ചന് വയറ് നിറയാൻ എന്താ ഇവിടെ സംഭവോ? ആമിച്ചന് പാടെല്ലാം എന്തേലും പറഞ്ഞോ? ഞാൻ കാര്യാടാ പറഞ്ഞേ. ആമിയുടെ വീഡിയോസ് ഒന്നും ഇങ്ങനെ ഓടേണ്ട വീഡിയോസ് അല്ല. നല്ല റേഞ്ച് കിട്ടേണ്ട വീഡിയോസ് ആണ്. പക്ഷെ അവളെ 2 വർഷം കഴിഞ്ഞു പോയിട്ടാണ്. ഒന്ന് ചിരിച്ചേ മതിയാ. പാവ ആമി. അവൾക്കൊന്നും അറിയണില്ല. എന്തറിയണില്ല ആമീനെ? ഇവരെന്തോ ഉള്ളിൽ കൂടെ താപ്പ് വെക്കണ്ട. ആമി എനിക്കൊന്നും മനസ്സിലാവണില്ല കേട്ടോ. ആമി കണ്ണാ വേണ്ട. അതന്നെ ഇവരെന്തൊക്കെയോ പറയണ്ട. ആമി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ സംഭവോ? ഇവരെന്തോ കോഡ് പറയുന്നുണ്ട്. എനിക്കറിയുന്നില്ല. ഞാൻ ഒന്നിനും തളരില്ല എന്ന് പറയുന്നത്. നീ തളരണ്ട ആമി. നീ തളരാതെ മുന്നോട്ട് തന്നെ പോ. ഇത്രയും എത്തിയില്ല, ബാക്കി എത്തും. പക്ഷെ ഞാൻ പറഞ്ഞതാണ് അങ്ങനെ വരേണ്ടതല്ലല്ലോ. കുറച്ചുകൂടെ ഇത് വരണ്ടല്ലേ. അവൾ കുഞ്ഞല്ലേ, അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നത്. നീ അല്ല പറഞ്ഞ വയസ്സായി. നീ ആമിച്ചൻ വീഡിയോസിൽ ഫസ്റ്റ് ലൈക്ക് കമന്റ് ഞാനാണ് എന്ന് പറയുന്നുണ്ട്. ആണോ? അല്ലടാ, എല്ലാരെയും സംബന്ധിച്ചില്ലേ സ്വന്തമായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നവർക്ക് നല്ല റീച്ച് കിട്ടുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഈ ടെക്മാഷൊക്കെ ചെയ്യുന്നതിനെക്കാട്ടും ആമിയുടെ സ്വന്തം വോയിസ് ഒക്കെ അല്ലേ ഇടുന്നേ. അന്നേരം അതിന് നല്ല റീച്ച് കിട്ടേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞത്. തളരരുത് ഡാഗിനി, തളരരുത്. എന്തിനാണ് ഇസ്മയിലേ? ഇനി അതുകൊണ്ടായിരിക്കുമോ നോക്കുന്നുണ്ട്. അയ്യോ അറിയില്ല. ഞാൻ കരയാൻ പാടില്ല. എന്നിട്ട് എന്നെ തളർത്താൻ നോക്കും. അപ്പോൾ ആണ് കരച്ചിൽ വരാം. പക്ഷെ ഇനിയില്ല. അതന്നെ പോട സ്മൂത്ത്. സത്യഭാമ ഹായ് പറയുന്നുണ്ട്. ഹായ് ലൈവിലേക്ക് സ്വാഗതം. ഡബ്ല്യു മീൻസ് വാവ്, LL മീൻസ് ലോ. അങ്ങനെയാണോ? വീണെ കഴിച്ചോ? ഇല്ല പ്രജിമുത്തെ കഴിച്ചിട്ടില്ല. ഞാനില്ല ലൈവിന്ന് പകുതിക്കന്ന് പോയി. ചേച്ചി എനിക്ക് കോളോട് പെരുക്കോള്. അന്നേരം പോയി ലൈവ് അവിടെ മാറ്റി വെച്ചിട്ട് പോയി. പിന്നെ വന്നിട്ട് പ്രജിന് ചേച്ചി മീൻ കിട്ടിയോ? ടിജോ യൂറ്റോ. അമ്മായിക്ക് കൊറേ ആളുണ്ട് വീട്ടിൽ തന്നെ. ആട്, പശു, പട്ടി, പൂച്ച, കോഴി, പിന്നെ കൊറേ തെങ്ങ്. എന്റെ അമ്പാനി വർത്താനം പറയാ പഠിച്ചു. എന്റെ ലൈവില് വന്നിട്ടാണ്. അപ്പൊ എല്ലാവർക്കും നല്ല ഉന്മേഷം വന്നിട്ടുണ്ട് കേട്ടാ. അമ്മാവ അപ്പോ ചേട്ടത്തി നന്നായി. ഇത് നായിന്റെ മോളേന്നാ? നിന്റെ അമ്മയടാ. അല്ല, ഇതാര്? ടിജു എന്ന് പറയുന്നുണ്ട്. ടിജു സുഖല്ലേന്ന് ചോദിക്കുന്നുണ്ട് പ്രൈ ചേച്ചി. ടിജു ഇപ്പൊ 2ാമത്തെ തവണ ഇപ്പൊ ഇടയ്ക്ക് വരുന്നത്. കൊറേ നാള് കൂടിയിട്ട്. അവൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വായിച്ചു വരികയായിരുന്നു. അത് മനസ്സിലായില്ല, വായിച്ചു പോയി. അമ്മാവൻ ലാസ്റ്റ് എന്നെ പറഞ്ഞു അയക്കാൻ വരും. ഫോണില്ലേ നിർത്തൂന്ന്. അതെന്നോട് എന്നും പറയും. ഫോണില്ലേ നിർത്ത്, സമയായി, മതി, പൊയ്ക്കോ, അടിയിട്ടു വരെ പറയും എന്നോട്. പ്രജി കുഞ്ഞേന്ന് നോക്കിയുണ്ട്. ഇസ്മയിൽ ഹായ് പറയുന്നുണ്ട്. എന്നോട് എപ്പോഴും പറയും. ഇപ്പൊ പറയോ മതി പൊയ്ക്കോ. മീന്ന് പറയുന്നുണ്ട്. എന്നെ എപ്പോ ഓടിച്ചുവിടാറ പതിവ്. നിർത്തി പോവാ പറയും എന്നോട്. ഞാൻ പിന്നെ ചേട്ടനല്ലേന്ന് വിചാരിച്ച് ചിലപ്പോ നിർത്തി പോവും. ചേച്ചി സ്മൂന്ന് വിളിക്കുന്നുണ്ട്. ചേച്ചി എന്ത് മീനാ ചേച്ചി? മീൻകാരൻ വന്നോ?
പ്രജീന ചേച്ചി സുഖമായിരിക്കുന്നു. എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ വെക്കുന്നത്? പ്രജി ചേച്ചി മരുമോ വിളിക്കണു. പ്രജി ചേച്ചി ഇന്നലെ അമ്മായി അമ്മേനെ കണ്ടിട്ട് അയലമീന് പറയണ്ടേ. ശാംബ്രോ വന്നിരുന്നു ഇന്നലെ. എന്നോട് പറഞ്ഞു. ഞാൻ അന്നേരം എന്തോ ചെയ്യായിരുന്നു. പിന്നെ ഇന്നലെ എന്റെ അമ്മായി അമ്മേനെ കാണില്ലോ എന്നിട്ട് നെഞ്ഞത്തടിയായിരുന്നു. നിങ്ങൾ വയനാട് എവിടെയാണ്? മാനന്തവാടി. ഞാൻ ഫുഡ് കഴിക്കാൻ വീട്ടിൽ പോട്ടെ. ആയിക്കോട്ടെ. ഈ ടിജു വരൂല പറഞ്ഞ എന്റെ ലൈവ് തന്നെ വരുന്ന 2 പ്രാവശ്യമായിട്ടുള്ളൂ. എന്റെ മരുമോനല്ലേ ഇത്. വീട്ടിൽ പോയിട്ട് വരാം. ആയിക്കോട്ടെ. മരുമോനെ അമ്മായിയമ്മ വിളിക്കണു. അയ്യോ മാനന്തവാടി എവിടെ? മാനന്തവാടിന്ന് തലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരണം. നിങ്ങൾക്ക് മാനന്തവാടി അറിയോ? ധനുഷിനെ പ്രജിക്കുഞ്ഞേന്ന് വിളിക്കുന്നു. പ്രജിക്കുഞ്ഞിന്റെ മരുമക്കള് ടിജു ബ്രോ എന്റെ കല്യാണം ഉണ്ട്. പ്രജിച്ചേച്ചിയാണ് എന്റെ അമ്മായിയമ്മ അറിയുന്നുണ്ട്. മോനെ കണ്ടാ നീ കഴിച്ചോടാ ചോദിക്കുന്നുണ്ട് പ്രജിച്ചേച്ചി. ഇനി വരാമി ഞാൻ ഇറങ്ങി തുടങ്ങുന്നേ ഉള്ളൂ. അതന്നെ ടിജു ഇപ്പൊ തുടങ്ങണേ ഉള്ളൂ. ടിജു ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇപ്പൊ ഇറങ്ങി തുടങ്ങണേ ഉള്ളൂ. വലതുകാല് വെച്ച് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇനി വരും ടിജു. ആമി കണ്ണാന്ന് വിളിക്കണ്ടേ. ഞാൻ കൊട്ടിയൂരാണ്. ഇന്നലെ വന്നിരുന്നു എന്ന് പറയണ്ട. ആണോ ടിജു? സെറ്റ് എന്ന് പറയുന്നുണ്ട് ആമി. പിന്നെ മരുമോനെ അമ്മായിമ്മനെ കാണാൻ പോണ്ടേ? കഴിച്ചു അമ്മേ. അഡ ദൈവം എന്റെ ചേച്ചിയെ. മുനീശ്വര അതെ എസ് അവിടെ അടുത്താ. കണ്ണനാമീന്ന് വിളിക്കുന്നുണ്ട്. നീ ഇതൊന്നല്ല അമ്മീ. ഇവിടെ അമ്മായിയമ്മക്കും മരുമക്കും എന്തോ ഒരു താന്നറിയ. ഇവിടെ കണ്ണനും കൊക്കും അടിയാണ് ഇവിടെ അമ്മായിയമ്മയായിട്ട്. അമ്മായിയമ്മനെ സ്വന്തം അമ്മായിയമ്മനെ വേണം പറഞ്ഞിട്ട്. എന്റെ മോൻ എന്താ കറി നോക്കുന്നുണ്ട്. അവിടെ വെള്ളത്തിൽ കൂടെ പോകുന്ന മീനായിരിക്കും അല്ലേ കണ്ണാ? പ്രജി ഇങ്ങനെയൊന്നും ചോദിക്കല്ലേ. ഇപ്പൊ അവൻ അവിടെ എത്തുന്ന അറിയണ്ട. ഇതൊന്നല്ല കൊക്കും കൂടെ വേണം. അന്നേരാണ് സീന്. എന്റെ പൊന്നോന്ന് പറയുന്നത്. ഇത് ചിരിക്കണുണ്ട്. ചീരക്കണ്ണൻ. ചീരക്കണ്ണൻ. ഇപ്പൊ അത് ചീരക്കണ്ണനല്ല. ഇപ്പൊ അമ്മായിമ്മ കണ്ണനത്. ഇപ്പൊ വരാം. ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. നോക്കട്ടെ. നോക്കിട്ട് വാ. അതിന് ഫോൺ എന്തിനാ? ഫോണ് കയ്യിൽ പിടിച്ചോണ്ട് പോയാൽ മതി. അമ്പാനിയെ എത്ര വീശി പറ. ടിജു ഇതൊക്കെ മിസ്സായില്ലേന്ന് നോക്കിയിട്ടുണ്ട്. നമ്മളെ പണ്ടത്തെ ലൈവായിരുന്നു ടിജു രസോ. ഇപ്പൊ എല്ലാരും ജാതിയായി. ഒരു ജാതി എന്ന് പറയല്ല, വേറെ ലെവലായി പോയി. മുട്ട വിരിയും അമ്മാവാന്ന് പറയുന്നുണ്ട്. അമ്മേ ഇന്ന് കടുക് വെള്ളത്തിലിട്ടത് കറി. അതെന്ത് കറിയാ? കണ്ട ഞങ്ങൾക്ക് കൂടെ പറഞ്ഞിട്ടോ കടുക് വെള്ളത്തിലിട്ട കറി. കടുക് വെള്ളത്തിലിട്ട കറി അതെന്ത് കറിയാടാ? അയ്യോ എന്റെ കണ്ണ. ഇവനായിരിക്കും കറി വെച്ചത്. അന്നേരം ചിലപ്പോ കടുക് കൂടിപ്പോയിട്ടുണ്ടാവണം. അതാണ് സംഭവം. അതാണ് കടുക് വെള്ളത്തിലിട്ട കറി. ബിനോയ് ചേട്ടൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അവിടെ പോയാവാ. എന്റെ പൊന്നെ എനിക്ക് വയ്യ. ഞാൻ പോവാ. നീ പോവല്ലോ അമ്മ. അവിടെ ഇനി എന്റെ ലൈവ് കഴിഞ്ഞിട്ട് പോവാ. എന്നിട്ട് നിനക്ക് ലൈവ് ഇടാം. എടേ ഒരു 10 ലൈക്ക് കൂടെ അടിക്കും. ഞാൻ പോയിക്കോളാം 10 ലൈക്ക് വാങ്ങിയിട്ട്. മൊത്തം കടുക് മാത്രമായോ. ഞാൻ ഒരു ജോലി ഏറ്റെടുത്തു. അതിന്റെ തിരക്കിലായിരുന്നു. എന്ത് ജോലി ഞങ്ങളോട് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു കറി ഉണ്ടോ മരുമോനെ? അവിടെ വന്നിട്ട് അമ്മക്ക് വെച്ച് തന്നെ. മുഹമ്മദ് നിന്റെ ചുമയും പനിയൊക്കെ മാറിയാ? ആമിറ്റി ജൂന്ന് വിളിക്കുന്നുണ്ട്. അനിയത്തി ഒരു കറി വെച്ചു. എന്നോട് കടുകിടാൻ പറഞ്ഞു. ഞാൻ അങ്ങിട്ടു. ഞാൻ പറഞ്ഞില്ലേ ഇവരാണ് കടുകിട്ടത്. അതാണ് സംഭവം. ഇവ മൊത്തം കടുകിട്ട്. വല്ലാത്ത ആ കുട്ടീന്റെ കറി അവൻ കൊളാക്കി. എനിക്ക് അതിനെ കുറ്റം പറയും. ഹായ് വന്നു തന്നു പോകുന്നു. അയ്യോ പോലെ ഞാൻ ഇത്തിരി വെള്ളം കുടിക്കട്ടെ. ആരും പോലെ ഇത്തിരി വെള്ളം എടുത്തിട്ടെ. എന്നിട്ട് ചോറ് കഴിക്കുമ്പോൾ കറുമുറു. ദൈവമേ എനിക്ക് വയ്യ കാണാം. വിരിഞ്ഞാൽ നാട്ടിൽ കൊടുത്തു വിടാം. തീറ്റ കൊടുത്തു പോയിട്ട്. എന്റെ ആമി അംബാനി പഠിച്ചു പോയിടി. എന്റെ ലൈവ് വന്നേ പിന്നെ അംബാനി നല്ല ഡയലോഗ് അടിക്കാൻ പഠിച്ചുപോയി. കണ്ണാ കറി വെക്കാൻ ഇപ്പോഴും ഉണ്ടോന്ന് ചോദിക്കണ്ട. അതെന്ന് കറി വെക്കല്, പാത്രം കഴുകല്, തുണി അലക്കല്, വെള്ളം മുക്കലൊക്കെ തന്നെ വിനോദിച്ചല്ല ടിജു പരിപാടി. വേറെ ഒരു പരിപാടി ഇല്ല. പ്രവീൺ കുമാർ ഹായ് പറയുന്നുണ്ട്. ഹായ് മുഹമ്മദ് ചിരിക്കൻ. ടിജു ബ്രോ എന്ന് വിളിക്കുന്നുണ്ട്. കണ്ണാ ആ പാവം കുട്ടി. എന്നിട്ട് അതിനോട് പറഞ്ഞിട്ടുണ്ടാവും നീ വെച്ച കറി മുഴുവൻ കൊളായി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പ്രവീൺ ഞാൻ വന്നു. ഹായ് പ്രവീണെ. ഹായ് ഹായ്. റിയാസെ ഹായ് ലൈവിലേക്ക്. സോ അമ്മാവ സെറ്റ്. അവിടെ അല്ലെങ്കിൽ തന്നെ കോഴികളാണ് ചുറ്റും എന്ന് പറയുന്നത്. ഉണ്ണിപ്രോ കൂടെ വന്നാൽ ഉണ്ണിപ്രോ കുറേയായി വന്നിട്ട് ഉണ്ണിപ്രോനോട് ഞാൻ തെറ്റി. വല്ലപ്പോഴും വന്നിട്ട് കമന്റ് ഇടും. അന്നേരം ഞാൻ ദേഷ്യം പിടിച്ചു. അന്നേരം പിന്നെ വരുന്നേ ഇല്ല. ഒരു ദിവസം ലൈവിൽ വന്നിട്ട് പിന്നെ പോയതാ.
ടിജു അവൻ ചെന്നു കയറുന്ന വീട്ടിൽ നല്ലൊരു മരുമകളാവും എന്ന് പറയുന്നുണ്ട്. ആമി ഇപ്പൊ അതിനുള്ളത് കിട്ടത്തിരിക്ക്. ആമിക്ക് ഇഷ്ടം പോലെ മുട്ട കഴിക്കാല്ലേ എന്ന് പറയണ്ട. ദുബായ് കോഴീന്റെ മുട്ട കഴിക്കാമി ആണോ ഇങ്ങനെ. വല്ലപ്പോഴും വരും. ആള് ഭയങ്കര ബിസിയാണ്. അന്നേരം ഒരു ദിവസം വന്ന് ഞാൻ വലിയ മൈൻഡ് എടുത്തിട്ടില്ല. അന്നേരം പടങ്ങിപ്പോയി. ഇപ്പൊ വീഡിയോയിൽ കമന്റ് ഇടൂല. ഒരു ദിവസം ആമിയുടെ ലൈവ് കണ്ടിട്ട് ഞാൻ മിണ്ടിയില്ല. കൊറേ വിളിച്ചില്ല, മൈൻഡ് ആക്കിയില്ല. അതിന് പോയിതാ തെച്ചിച്ച്. എന്റെ വീട്ടിൽ വന്നു, ഇനി വീണയുടെ ലൈവിൽ പോവില്ല. എന്റെ ലൈവിൽ വന്നു, ഇനി വീണയുടെ ലൈവിൽ പോവില്ല പറഞ്ഞു അവന്. അപ്പൊ എനിക്ക് തോന്നിന്ന് പറയുന്നുണ്ട്. അമ്മായി ഏതെങ്കിലും കൂട്ടിൽ നിന്നോന്ന് പറഞ്ഞു. അമ്മായി ഏതെങ്കിലും കൂട്ടിൽ നിന്നോന്ന്. കണ്ണൻ കൂട്ട് നിന്ന് അതിനോ. ആമി വ്യൂസ് എന്താ കയറാത്തത് അറിയുമോ? പറഞ്ഞു തരാം. വീണ ഞാൻ അളിയന്റെ ഫോണിലേക്ക് ഒരു വീഡിയോ വിട്ടുതരാം, അത് ആമിക്ക് കൊടുത്തേക്ക് അറിയണ്ട്. അമ്മാവ ആഹാ ഇവിടെ കൂടില്ലാന്ന് പറയും. ദുബായിന്ന് ഒരു കൂടൂടെ അയച്ചു കൊടുക്കും അവൾക്ക്, കോഴീനെ വളർത്താന്. ദുബായിലെ കോഴിയും കൂടും കൂടെ. ശ്രീയെ എന്തൊക്കെയുണ്ട് വിശേഷം? ശ്രീയെ കണ്ണാന്ന് വിളിക്കണ്ട ആമി. ശ്രീ ഞാൻ എത്തിന്ന് പറയുന്നുണ്ട്. കുറച്ച് ദിവസമായാലൂടെ ശ്രീയെ കണ്ടിട്ട്. ഇന്നലെ വീഡിയോയിൽ കമന്റ് കണ്ടായിരുന്നു. വരുന്നവരെ ഒന്ന് ലൈക്ക് അടിക്കാവോ? മറന്നു പോവല്ലേ കേട്ടോ. അമ്മായിയമ്മ കൊച്ചിന് പേര് കണ്ടു വെച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ, ഇവിടെ കൊച്ചിന് പേര് വരെയായി. പ്രജി വെജായ എനിക്ക് മുട്ട എന്തിനാ? മകനും കെട്ടിയവനും കൊടുക്ക, അല്ലെ വിറ്റ് നീ പൈസ ഉണ്ടാക്കിക്കോ. അമ്മി കണ്ണാന്ന് വിളിക്കണ്ടേ. ചേച്ചി ഞാൻ നല്ല പണിത്തിരക്കായിരുന്നു. ആണോ? ആയിക്കോട്ടെ, നടക്കട്ടെ പരിപാടി മോനെ. അമ്പാനി പോയാ കോഴിമുട്ടയും കൊണ്ട്? ആമി ഓക്കെ എന്ന് പറയുന്നുണ്ട്. എടാ കണ്ണാ, നീ എന്തിനാണ് കൂട്ടു നിന്ന് കൊടുത്തത്? എനിക്കിട്ട് എന്നെ ചീത്ത പറഞ്ഞപ്പോ നീ അതിന് വക്കാലത്ത് പോയില്ല. എടാ ദുഷ്ട, നീ പറയൂ, എനിക്കറിയാം. ആമി നീ ഫുൾ വെജ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവള് ഫുൾ വെജ് അല്ല, ഹാഫ് വെജ് ആണെന്ന് തോന്നുന്നു. ആണോ മിനി? ഹാഫ് വെജ് ആണോ ഫുൾ വെജ് ആണോ? തിരിച്ചു പോയാ ആമി? പ്രജി അതേന്ന് പറയുന്നുണ്ട്. അതെന്തിനടി വെജായത് നീ? ഇപ്പൊ വരാം, ഒന്നുകൂടി അടിക്കട്ടെ, എന്നാലേ അമ്മായിക്ക് 2 കൊടുക്കണം പറയുന്നുണ്ട്. അംബാനി അത് വേണ്ട. അംബാനി ഞാൻ പറഞ്ഞ അംബാനി തീരെ കേൾക്കണില്ല കേട്ടോ. അംബാനിയെ എടാ മരുമോനേന്ന് വിളിക്കണ്ടേ. തിരിച്ചോടെ ഉണ്ട് അറിയണ്ട. ആമി അമ്മാവ വിളിക്കണ്ടേ. ലൈവ് കഴിയുമ്പോ എപ്പോഴേലും കേറുമ്പോഴേ ലൈക്കും കമന്റ് ഇടുന്നേന്ന് പറയണ്ട. ആണോ? കുഴപ്പമില്ല ശ്രീയെ, കുഴപ്പമില്ല. എന്നാലും ഓർക്കുമ്പോ നിങ്ങൾ വരുന്നുണ്ടല്ലോ, അതന്നെ വലിയ സന്തോഷം. എന്ത്? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. എന്റെ രാമനാരായണ അറിയില്ല. അതെനിക്കറിയാം. അമ്പാനി ഓരോ അടിയാണോ നിൽക്കുന്നത്? ഒരേ അടിയെന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു ഇത് ഇത്ര നന്നുള്ള കാര്യമല്ല അമ്പാനിയെ, ഇത് നിർത്തണം. അത് കേൾക്കുന്നില്ല. കൂന്തൽ റോസ്റ്റ്, ചിക്കൻ കറി, കാട ഫ്രൈ, ചോറ്. എൻ്റെ അമ്മയെ കൊശി തട്ട്. അമ്മാവ ഇത് ശരിയല്ലട്ടാ, എന്തിനാ വെറുതെ ആരോഗ്യം കളയുന്നത്? ഞാൻ ഉപദേശിച്ച് ഞാൻ മടുത്ത്. ചേച്ചി വാവയ്ക്ക് പനി മാറി കുറഞ്ഞു. സ്കൂളിൽ പോയിട്ടില്ല, സ്കൂളിൽ വിട്ടിട്ടില്ല, കുറവുണ്ട്. മിറ്റി ഞാൻ എന്തോരാ പറയണ, ഇത് ഇങ്ങനെ ശരിയില്ല എന്ന് വന്ന അന്നോട്ട് പറയുന്നുണ്ട്. പറഞ്ഞാലും ഒന്നും കേൾക്കുന്നില്ല. പിന്നെ ഞാൻ എനിക്ക് പറയാനല്ല പറ്റുള്ളൂ. എന്താ പേര് കിട്ടണില്ല, രേഖ എന്നൊന്നുമില്ല. രേഖ ഹായ് വിഷ്ണു, ഞാനിപ്പോ വരും കഴിക്കാന്ന് പറയുന്നുണ്ട്. ഇതിൽ ഈ പറഞ്ഞതിൽ എനിക്ക് ഒന്നും ഇഷ്ടമില്ല, അന്നേരം കുഴപ്പമില്ല. ശ്രീ കഴിച്ചില്ല മോനെ, കഴിച്ചില്ല. ഹായ് ശ്രീ എന്ന് വിളിക്കുന്നുണ്ട്. ടിജു കഴിക്കണം. ചേച്ചി ടിജു കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. ടിജു നീ എന്താ ഡയറ്റൊക്കെ നിർത്തിയത്? തടി കൂടിക്കോട്ടെ വിചാരിച്ചിട്ടാ? മീന്ന് വിളിക്കുന്നുണ്ട് ടിജു. പ്രജിത ചേച്ചി സ്വാഗതം എന്ന് പറയുന്നുണ്ട്. അമ്മാവ ഇവിടെ വാ പറയട്ടെ എന്ന് പറയുന്നുണ്ട്. അത് നിർത്തില്ല. അമ്മായി എത്ര തരും? 50 ലക്ഷം, ഒരു വീടും ഒരു കാറ്. 50 ലക്ഷം 50 പൈസ, ഒരു വീടിന്റെ ഒരു മുറി. കാറ് തരില്ല, കാറിൽ തരാൻ വേണ്ടി. ടിജു 100 ആയോ ഇപ്പോന്ന് ചോദിക്കുന്നുണ്ട്. ടിജു 100 ആയോ ഇപ്പോന്നോ? ആർക്ക് 100? കറികൾ കേട്ടിട്ട് കൊതിയാവണമെന്ന് പറയുന്നുണ്ട്. ശ്രീ ഹായ് ബ്രോ പറയാന്ന് പറയുന്നുണ്ട്. കഴിച്ചില്ല ചേച്ചി? അവിടെ കഴിച്ചോ? കിലോയാണോ വെയിറ്റ് ആണോ? ദൈവത്തിന് അറിയണ്ട. ഡയറ്റൊക്കെ നിർത്തി എന്ന് പറയുന്നുണ്ടായിരുന്നു അന്ന് ലൈവില്. വെയിറ്റ് അധികം കൂട്ടണ്ട ടിജു, ഡയറ്റ് ഇന്ന നല്ലത്. വെയിറ്റ് നോക്ക്. ടിജു പറയും നോക്കട്ടെ അറിയുന്നുണ്ട്. 50 പൈസ, അത് നാരങ്ങ മിഠായി വാങ്ങാനാ. നിനക്ക് നാരങ്ങ മിഠായിന്റെ കാര്യമുള്ളൂ. നിനക്ക് ഞാൻ കഴിക്കാൻ പോണെന്ന് പറയുന്നുണ്ട് ചേച്ചി. ക്രിയേഷൻസ് ഹായ് പറയുന്നുണ്ട്. ഹായ് ലൈവിലേക്ക് സ്വാഗതം. ശ്രീ ടിജു ബ്രോ എന്ന് വിളിക്കുന്നുണ്ട്. വരുന്നവർ ഒന്ന് ലൈക്ക് അടിക്കണേ.
ജീരക മിഠായി മതി എന്ന് പറയുന്നത്. അതിന് ജീരക മിഠായിന്റെ അത്ര പോലും കൊണല്ല. അന്നേരം അതൊക്കെ മതി, 50 പൈസയൊക്കെ മതി അതിന്. ശ്രീധരൻ ചോദിക്കുന്നത് കൊടുക്കുന്നത് ശിക്ഷാർഹമാണ്. അന്നേരം നിനക്കെതിരെ ഞങ്ങൾ കേസെടുക്കും. ജീരക മിഠായിയുടെ വിലയല്ല, വലിപ്പുള്ളവർക്ക് ജീരക മിഠായി മതി. ആമീന്ന് വിളിക്കുന്നുണ്ട് ടീജു. അല്ല ടീജു, ഇപ്പൊ എത്ര കിലോ ആയി? ആമി ചോദിച്ച പോലെ വെയിറ്റ് വല്ലതും കുറയുന്നുണ്ടോ? 50 പൈസക്ക് ഇപ്പോൾ നാരങ്ങ മിഠായി കിട്ടുമോ നോക്കിയിട്ടില്ല. 50 പൈസക്ക് കിട്ടില്ല, 1 രൂപയാണ് നാരങ്ങ മിഠായി. ഇന്ന് പരിപാടി ഒന്നും ഇല്ലായിരുന്നു ചേച്ചി. എന്ത് പരിപാടിയാടാ ശ്രീയെ? ലച്ചുസേ ഹായുടെ ലച്ചു. അമ്മായിയമ്മേ, മീൻ കഴിക്കുമ്പോൾ സൂക്ഷിക്കണം, തൊണ്ടയിൽ കുടുങ്ങിയാൽ. എനിക്ക് വയ്യ വരാനി. അയ്യോ, അവിടെ തൊണ്ടയിൽ കുടുങ്ങിയാൽ മനോജേട്ടൻ നോക്കിക്കോളും, മരുമോനെ വേണ്ട. ആമി നേരിട്ട് കണ്ടാലോ എന്ന് വയ്ക്കുന്നുണ്ട് തിജുവിന്റെ. ആമി അന്തം വിടും. ശ്രീ ചിരിക്കണ്ടേ തിജു? നമുക്ക് നേരിട്ട് ആമീനെ കാണാൻ പോകട്ടെ. ഞങ്ങൾ തൃശ്ശൂർക്ക് വരുമ്പോ ആമീനെ കാണാൻ പോവാം. കണ്ണ എന്ന് പറയുന്നുണ്ട്. ശ്രീ ചിരിക്കുന്നുണ്ട്. കണ്ണൻ ആമീന്ന് വിളിക്കുന്നുണ്ട്. തേജസ് വന്നല്ലോ. ഹലോ ചേച്ചി എന്ന് വിളിക്കുന്നു. തേജസ് ഹായ്. 2 സൈഡിൽ കണ്ടിട്ട്. ഷിനോ, ഒരു ഡൗട്ട്, ഈ ഷോർട്ട് ലൈവ് ഇടുമ്പോൾ എന്തേലും ബെനിഫിറ്റ്സ് ഉണ്ടോ? യൂട്യൂബിൽ നിന്ന് കിട്ടും ചേച്ചി. തള്ളാണല്ലോ എന്നാണോ നീ ഉദ്ദേശിച്ച? തിജു അന്നത്തെ പോലെ തന്നെയാണോ ചോദിക്കുന്നുണ്ട്. തേജസ് ഹായ് പറയുന്നുണ്ട്. ഹായ് തിജു, ഞങ്ങൾ കണ്ടു ചേച്ചി എന്ന് പറഞ്ഞാൽ എവിടുന്ന്? ഞാൻ തിജുവിനെ കണ്ടു. വീണ എവിടുന്ന്? വീണ മോളെ സുഖല്ലേ? എന്റെ ദൈവേ അമ്മാവ സുഖടാ. കണ്ണൻ ചിരിക്കുന്നുണ്ട്. മാസ്റ്റർ ലൈക്ക് ഡൺ. താങ്ക് യു. അല്ല നിങ്ങൾ എവിടുന്നുണ്ട്? കല്യാണത്തിന്? ആരുടെ കല്യാണത്തിന്? വെള്ളിയാഴ്ച വന്നതാണ് ചേച്ചി. അതന്നെ, കുറച്ച് ദിവസമായി. അയ്യോ തള്ളല്ല, തങ്ക്. അങ്ങനെ പറഞ്ഞാല് അറിയില്ല. എന്താ കഴിക്കാനെന്ന് ചോദിക്കുന്നുണ്ട്. കഴിക്കാൻ ചോറ് കഴിച്ചിട്ടില്ല. തിജു ഹായ് മാസ്റ്റർ എന്ന് വിളിക്കണ്ടേ. മാസ്റ്റർ ഇതാര വന്നേക്കണേ നോക്ക്. കോമഡിയാന്നാണ്. അങ്ങനെ പറഞ്ഞാലല്ലേ എനിക്കറിയുള്ളൂ. നീ ഇങ്ങനെ പറഞ്ഞാൽ എനിക്കറിയില്ല. ഏത് കല്യാണത്തിന് കണ്ടടി നിങ്ങള്? തിജു ബ്രോ മറന്നോ നമ്മളെ നോക്കിണ്ട്. തിജു ബ്രോ കൊറേ നാൾ കൂടിയിട്ട് വന്നാടാ. അന്നൊരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഇന്നാ തന്നെ. എന്തായാലും നീ വന്നോണ്ട് തിജു ബ്രോനെ കാണാൻ പറ്റിയില്ലേ? ആ ഫോട്ടോ എന്തിയെ തിജു നോക്കുന്നത്? അല്ല നിങ്ങൾ ഏത് കല്യാണത്തിനെ കണ്ടേ? മോളൂട്ടി സൂക്കേട് എങ്ങനെയുണ്ട് ചേച്ചി? കഫക്കെട്ടൊക്കെ കുറഞ്ഞു. ഹോമിയോ കാണിച്ചപ്പോ കുറഞ്ഞു. എറണാകുളം വെച്ച് കണ്ടു. വഴി തെറ്റി വന്ന ആമിയെ കാര്യം തെളിച്ച് പറ രണ്ടുപേരും. മരുമോനെ, നിന്റെ അമ്മായിയമ്മയെ ഒരുത്തൻ തട്ടിയെടുത്തു. അയ്യോ അതാര്? മാസ്റ്ററെ നീ കുറച്ചു ദിവസം വരാതിരുന്നപ്പോല്ലേ ഈ കണ്ണം കയറി ഗോളടിച്ചു. മരുമകനായി ചേച്ചിന്റെ. നിന്നെ ചവിട്ടി പുറത്താക്കി. റെജീന ചേച്ചി, ഞാൻ കരുതിയില്ല ഞാൻ അല്ലാതെ വേറൊരു മരുമകനെ കൂടി ഉണ്ടാകുമെന്ന്. അയ്യോ, അത് കണ്ണനാണ്. ആ ദുഷ്ടൻ കയറി ഗോളടിച്ചു. മിറ്റി ജോ നൽകിണ്ട്. ശ്രീ ചേച്ചി, ഏതൊക്കെ ടൈമിലാണ് ലൈവ് വരുന്നത്? എൻ്റെ പൊന്നു മകനെ, ഞാൻ 12 മണിക്കാണ് ലൈവ് വരിക. ഇന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നേരം വൈകിപ്പോയി. എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഈ ലോകത്തിൽ ആരും എടുക്കാത്ത സാരി വാങ്ങിക്കൊടുക്കും. അത് കണ്ട് ആമിയുടെയും വീണയുടെയും കണ്ണ് പുറത്തേക്ക് തള്ളിപ്പോകും. ഞങ്ങൾക്ക് അങ്ങനെ തള്ളില്ല. ഞങ്ങൾക്ക് അസൂയയുടെയും കുശുബിന്റെ അസുഖമില്ല നിന്നെ പോലെ. ആമി പ്രജീ നൽകിണ്ട്. മാസ്റ്റർ ബ്രോ മറന്നിട്ടൊന്നുമില്ല, ഇവിടെ ആയിരുന്നു ഇത്രയും നാൾ നോക്കുന്നുണ്ട്. മുഹമ്മദ് സുഖമാണോ ചെയ്യേണ്ടത്? സുഖം. കണ്ണാ, ഞാൻ ചുരിദാർ ഇടുള്ളൂ എന്ന് അറിയുന്നുണ്ട്, പക്ഷെ സാരി ഉടുത്ത വീഡിയോസ് ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇന്നെന്താ ഉച്ചയ്ക്ക് സ്പെഷ്യലി? ചോറുണ്ട്, ചിക്കൻ ഉണ്ട്, കാബേജ് തോരനുണ്ട്, തേങ്ങാ ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട്. മതിയില്ലേ? നിനക്ക് എന്താടാ സ്പെഷ്യൽ ശ്രീയെ? ഒരു ലൈക്ക് അടിച്ചാരല്ലോ, 50 ലൈക്ക് ആവട്ടെ. ടിജു ബ്രോ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പുതിയ ചാനൽ തുടങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അന്നേരം പഴയ ചാനൽ എവിടെടാ? നാറ്റിക്കല്ലേ എന്ന് പറയുന്നത് കാരണം അത് എൻ്റെ ഉള്ളതല്ലേ വീണ, ആരേലും തരുന്നതാന്ന് അറിയില്ലേ? കുശാലായല്ലോ ചിക്കനൊക്കെ എന്ന് പറയുന്നുണ്ട്. കണ്ണാന്ന് വിളിക്കണ്ടേ. മുഹമ്മദ് ഫുഡ് കഴിച്ചില്ല. പിന്നെ ആമി, അല്ല തിജുവിന് നീ എങ്ങനെ കണ്ടു എന്ന് പറയടി? ഏത് കല്യാണത്തിനാന്ന് പറ. ഇതിന് പുതിയ ചാനൽ തിജു ബ്രോ സപ്പോർട്ട് ഉണ്ടാകണേന്ന് പറയുന്നത്. എടാ നീ എപ്പോഴും പുതിയ, അന്നേരം അത് പഴയ ചാനലല്ലേ? അത് പുതിയ ചാനലാണോ? എന്നിട്ട് അതിന് വാച്ച് അവർ കംപ്ലീറ്റ് ആയോ? ചേച്ചി ഊണ് കഴിച്ചോ? ഇന്നെന്താ സ്പെഷ്യല്? എടാ ചിക്കൻ ഉണ്ട്, കേബേജ് തോരനുണ്ട്, തേങ്ങാ ചമ്മന്തി ഉണ്ട്, മാങ്ങാച്ചാറുണ്ട്. മതിയാ. വിനീഷേ ഹായ്, സുഖമാണോ? സുന്ദരി ചേച്ചി ഫുഡ് കഴിച്ചിട്ടില്ല. കണ്ണുകൊണ്ട് കണ്ടു കാണും, കണ്ണ് കൊണ്ട് കണ്ടു കാണും. എന്ത്
ടിജു മാസ്റ്റർ എന്ന് വിളിക്കുന്നുണ്ട്. ഇതാണ് പുതിയ ചാനൽ. ടിജു ബ്രോ കാണുന്ന ടൈമിൽ വെറും മാസ്റ്റർ VIP ആയിരുന്നില്ലേ? ആ മാസ്റ്റർ VIP എഡീഷൻ കൂടെ ചേർത്തില്ലേ? അല്ലട മാസ്റ്റർ, ഇതിൽ എത്രയായി? ഇതായോ? മോണിയാവാനായോ? വാച്ച് ടൈം എത്രയായി? പ്രവീൺ മോൻ ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട്. താങ്ക് യു പ്രവീണെ, താങ്ക് യു സോ മച്ച്. വരുന്നവരൊന്ന് ലൈക്ക് അടിക്ക്. ഹാഫ് മോണി ആവാനായി ചേച്ചിയാണോ? കൺഗ്രാറ്റുലേഷൻ മകനെ. ഇന്ന് ഞാൻ നിന്റെ ലൈവ് ഇങ്ങനെ എന്തോ ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തപ്പോൾ സ്നേഹതീരം ഇരിക്കുന്നതാണ്. പക്ഷെ എനിക്ക് ആ സമയത്ത് കയറാൻ പറ്റിയിട്ടില്ല, സമയമില്ലാത്ത സമയത്തായിരുന്നു. ഞാൻ ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഷോർട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്തായിരുന്നു. അയൽക്കാരനായ എന്നെ കാണാൻ ആമിച്ചൻ വന്നിട്ടില്ല എന്ന് പറയുന്നത്. അതാണ് ആമിച്ചൻ. പ്രജി ചേച്ചി എന്താ മറുപടി പറയാത്തേ നിൽക്കുന്നത് നോക്കുന്നുണ്ട്. പ്രജി ചേച്ചി നിങ്ങൾ എന്താ മറുപടി പറയാത്തേ? നിങ്ങൾ ഒരു മരുമകനെ വിട്ടിട്ട് വേറെ മരുമകനെ പിടിച്ച ഉത്തരവാദിയം പറഞ്ഞാൽ പറ്റുമോ? സിബിനി വന്നാ? തേജസ് ഞാൻ കഴിച്ചിട്ടില്ല, ചോറായി, ചൂര ഫ്രൈ ചെയ്തു, സാമ്പാർ ഉണ്ടാക്കി, പിന്നെ ഉണ്ണിമാങ്ങ. ഇതാണ് ഇവിടെ സ്പെഷ്യൽ. സൂപ്പറടാ ചേച്ചി. ഇവിടെ സ്പെഷ്യൽ ഒന്നുമില്ല ചേച്ചി. മീൻകറി, അച്ചാറ്, ചമ്മന്തി. സൂപ്പർ. അത് മതിയടാ, എന്തിനാ ഒരുപാട് സ്പെഷ്യല്? മറിയൂസ് വേൾഡ് ഹലോ ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷോ? ലിൻഷ ചേച്ചിയുടെ കല്യാണത്തിന് ഞങ്ങൾ കണ്ടു. അപ്പോലെ എല്ലാവർക്കും മോണിയായി. ഞാനും ഒരു പെണ്ണ് കെട്ടട്ടെ, എനിക്കും വേണം മോനി. പോടാ, നിനക്ക് അതിനെ പറ്റത്തുള്ളൂ, വേറെ ഒന്നിനും പറ്റത്തില്ല. ആ ഒരു വിചാരം കൊണ്ട് നടക്കുക ചെക്ക, വേറെ ഒരു വിചാരമില്ല. എനിക്ക് സുഖമില്ല, തൊണ്ടവേദന കാരണം ദീപേച്ചി വന്ന് സപ്പോർട്ട് ചെയ്തതാണ്. ആണോ? ബിരിയാണി, ബീഫ് ബിരിയാണി. ഓ തട്ട്. ശ്രീ മസിൽ പവർ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. അതാണ് നമ്മളെ ആരോഗ്യത്തിന്റെ രഹസ്യം അല്ലേ ശ്രീയെ? സുഖമായിരിക്കുന്നു. അവിടെ എന്താ വിശേഷം? സുഖം അറിയൂസ് വേൾഡ്. സുഖം. മോളെന്ത് പറയണോ? മോണി ആയോ ചാനലിൽ നോക്കിയത്? മോണി ആയോ ചാനലിൽ? ആരുടെ? എന്റേത് മോണിയായിട്ട് കുറെ കാലമായല്ലോ. പിള്ളേരൊക്കെ എന്ത് ചെയ്യും? മഴയുണ്ടോ അവിടെ? ഭയങ്കര മഴ. ഇവിടെ മഴയില്ല. പിള്ളേർ സ്കൂളിൽ പോയി. ചെറുത് ഇവിടെ ഉണ്ട്. ഇവിടെ നല്ല വെയിലാ. വീണ എറണാകുളം വെച്ച് ലിൻചേച്ചിയുടെ മാരേജ് അത് കാണാൻ ഞാനും അമ്മയും പോയിരുന്നു. വഴിതെറ്റി എന്നിട്ട് എത്തി. പക്ഷേ ഫുഡ് കഴിച്ചു. ടിജുവിന്റെ വണ്ടിയിൽ എന്നെ അമ്മയും ബസ് സ്റ്റാൻഡിലാക്കി. അങ്ങനെ ഞങ്ങൾ കണ്ടു. അങ്ങനെ അന്നേരം നീ കല്യാണത്തിന് പോകുമ്പോ എറണാകുളം വരെ അവിടുന്ന് കുറെ ദൂരം ഉണ്ട് എറണാകുളത്തേക്ക്. കണ്ണാ, നിനക്ക് ആദ്യം പെണ്ണ് കിട്ടുമെന്ന് നോക്കുക, അതന്നെ, എന്നിട്ട് ആലോചിക്കാൻ ബാക്കി കാര്യം. അതേലും നടക്കട്ടെ വീണേന്ന് പറയുന്നുണ്ട്. അത് ആദ്യം പെണ്ണ് കിട്ടുമെന്നുള്ളത് അന്വേഷിക്കുന്നത്, എന്നിട്ട് നീ ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ പോവാ. ശ്രീ എന്ന് പറയുന്നുണ്ട്. സുധീസ് വ്ലോഗ്. ആയ് മുത്തുമണി ചുന്ദരി, എന്തൊക്കെയാ വിശേഷം? ആഹാ വന്നല്ലോ ചുന്ദരി കുട്ടിക്ക്. എന്താ വിശേഷം? മാസ്റ്റർ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു ചോദിക്കുന്നുണ്ട്. സുധീസ് ഫുഡ് ഇല്ലട, കഴിച്ചിട്ടില്ല, കഴിക്കണം. ഇക്ക ഇഷ്ടം പോലെ എനിക്ക് വേണ്ടാന്ന് പറയുന്നുണ്ട്. ഓഹോ. പ്രജീല ചേച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. പ്രവീണ ചേച്ചി ഇത് മോശമായി പോയെന്ന് പറയണം. അതെവിടെ പോയി? അതിന് കാണുന്നില്ല. മനോജേട്ടൻ വന്നാണോ? പിന്നെ പോവാനുണ്ടായിരുന്നു, ദൂരമുണ്ട്. ആണോ? പെണ്ണ് കെട്ടുന്നതൊക്കെ കൊള്ളാം, അതിന് കുടുംബം വഹിക്കാനുള്ള ചുറ്റുപാടുണ്ടോ നോക്കിണ്ട്. അതിന് ചുറ്റുപാട് പോയിട്ട് കിറ്റുപാടാ, അതിന് നട്ടപ്പാട് എടുത്ത് ഇറക്കാണ്. ടിജുബ്രോ കുഴപ്പമില്ല എന്ന് പറയണ്ട. അംബാനി ഇനി പറ, എന്ത് പറ? ആനമുട്ട സുഖം ഡാന്ന് പറയുന്നുണ്ടാണോ? മാസ്റ്ററേ എന്ന് വിളിക്കുന്നുണ്ട് പ്രിയ ചേച്ചി. മാസ്റ്ററെ നീ എന്തിനാ മാസ്റ്ററിനെ എന്തിനാ പ്രിയ ചേച്ചി നിങ്ങൾ തേച്ചത്? സുധീസ് അവിടെ എന്താ വിശേഷം? ഇവിടെ എന്ത് വിശേഷാടാ? നല്ല വിശേഷം. അമ്മാവ ഇത് ശരിയല്ലട്ടാ പറയുന്നുണ്ട് അമ്മാമി. ശ്രീ ചേച്ചി ഞാൻ വരാമേ, ടാറ്റ. ആയിക്കോട്ടെ ശ്രീയെ, വിട്ടോ. എനിക്ക് അമ്മ ഊഞ്ഞാൽ കെട്ടി തന്നു എന്ന് പറഞ്ഞിട്ട്. എനിക്ക് അമ്മ ഊഞ്ഞാൽ കെട്ടി തന്നു. എന്തിനീ? നീ എന്താ കുഞ്ഞുവാവേ ഊഞ്ഞാലവിടെ? എൻ്റെ കയ്യിൽ മലപ്പുറം കത്തിയുണ്ട്, അത് മതിയിലേ നോക്കിയിട്ട്. മലപ്പുറം കത്തിയും പൂപ്പാന്റെ എന്തോ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, മലപ്പുറം കത്തി. മാസ്റ്ററെ അല്ല പ്രിയ ചേച്ചി, മാസ്റ്ററിനുള്ള ഉത്തരം നിങ്ങൾ കൊടുത്തേ പറ്റൂ. അവൻ അതിനെന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉത്തരം കൊടുക്ക്. പോൾ ലൈക്ക് 55. താങ്ക് യു. എന്നാ പോട്ടെ, പിന്നെ കാണാം. അംബാനി പോവല്ല. അംബാനി ചിരിക്കണ്ട പ്രജിന ചേച്ചി, അത് ശരിയായില്ല എന്ന് അറിയുന്നുണ്ട്. പോൾ ഹായ് പറയുന്നുണ്ട്. ഹായ്. മനോജേട്ടൻ ഇവിടെ ഇല്ല, കോയമ്പത്തൂർ പോയി. പിന്നെ എവിടെ ആയിരുന്നു നിങ്ങൾ മുങ്ങിയത്? അതിനൊക്കെ നമ്മൾ പെണ്ണന്വേഷണം പോലും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഒലക്കെന്റെ മൂടല്ല പോടാന്ന്. അമ്മാവ നിക്ക്, എന്നെ തൊട്ടിലല്ലേ ആമി, ഊഞ്ഞാലല്ലോ നോയിക്കുന്നുണ്ട്. ആമിച്ച അത് ഊഞ്ഞാലല്ല, തൂങ്ങിച്ചാക പറഞ്ഞതാന്ന് പറയണ്ട. ഇസ്മയിലെ വേണ്ടട്ടാ. ഉനൈസ് അഹമ്മദ് ചൊറിയണുണ്ടാ? ഞാൻ ഒന്നും കണ്ടിട്ടില്ല മാസ്റ്ററെ. ആമി ടിജൂടാന്ന് വിളിക്കുന്നത്. കുറഞ്ഞില്ലേ മാസ്റ്ററെ തൊണ്ടവേദനയും പനിയുണ്ടോ? നീ അന്ന് പനിയാന്ന് എന്തോ പറഞ്ഞിരുന്നല്ലോ.
കണ്ണൻ ചിരിക്കുന്നുണ്ട്, സ്മൂന്ന് വിളിക്കുന്നുണ്ട് ആമി. എം കെ വന്നിട്ടുണ്ടല്ലോ, ഹായ് ഹായ്, എവിടെയും ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം എം കെ? ഫുഡ് കഴിച്ചാ? വരുന്നവരെല്ലാരും ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. ഞാൻ പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് കുറഞ്ഞില്ല ചേച്ചി, നല്ല ബുദ്ധിമുട്ടാണ്. ആ കുഞ്ഞൂന് ഇവിടെ അങ്ങനെ ആയിരുന്നു. ഇവിടെ എത്ര ദിവസമായി എന്നറിയാം എൻ്റെ കൊച്ചു കഷ്ടപ്പെടുന്നു. 1 മാസത്തിൻ്റെ അടുത്തത് കഷ്ടപ്പെട്ടു. ആ മരുന്ന് കുടിച്ച് മടുത്ത്. ഇപ്പാണ് അതിനൊന്ന് കുറഞ്ഞത്. എന്തായാലും മാമി, അയ്യോ എപ്പടാ ഞാൻ ഊഞ്ഞാലാടി അയ്യോ കുഞ്ഞു അവട് ഊഞ്ഞാലാടണ്ട്. എനിക്ക് വയ്യ. കണ്ണം പറഞ്ഞത് നീ കേട്ടാ? ഞാൻ കഴിക്കുകയാണ് വീണേ, അതുകൊണ്ട് എന്താ മിണ്ടാൻ പറ്റൂലേ കഴിക്കുമ്പോ? ടോമി ചുറ്റും നടക്കുവോന്ന് പറയുന്നുണ്ട്. താഴെ വീണാ പിടിക്കാനായിരിക്കും ഈ ടോമി, പാവം. തിന്നാൻ കൊടുക്കുന്നേരം നന്ദി കാണിക്കാനായിരിക്കും. അയ്യ ദൈവേ, പോട കണ്ണാന്നറിയണ്ട ആമി. ആമി വീടേക്ക് സത്യം അവര് തിന്നാൻ കൊടുത്തതിന് നന്ദി കാണിക്കണ്ടടി. നീ അമ്മ വീട്ടിലാണല്ലേ? ഭയങ്കര ചൂട് ഇവിടെ. അവിടെ നല്ല രക്ഷയുണ്ടോ? ഇവിടെ ചൂട് തന്നെ. അജിത്ത് ഫുഡ് കഴിച്ചു? ഇല്ല കഴിച്ചില്ല, കഴിക്കണം. ടിജു വെച്ചിട്ടുണ്ട് കേട്ടോ, അറിയാം. അയ്യോ പ്രവീണ ചേച്ചി, അത് ശരിയായില്ല ഇതെന്ന് വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തേക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പ്രജീന ചേച്ചി ചെയ്തത്. ചേച്ചി നിങ്ങൾ കേൾക്കുണ്ടോ ഇവൻ പറയണത്? ഇനി ആമിച്ച ലൈവ് ഇടും, ഊഞ്ഞാലായിരിക്കും ലൈവ് എന്ന് പറയുന്നുണ്ട്. സത്യം മിസ്ബയില, നീ അത് കണ്ടുപിടിച്ചു അല്ലേ? കറക്റ്റ്. അവളമ്മ ഊഞ്ഞാലേട്ടൻ വേണ്ടി കാത്തിരുന്നതാണ് ലൈവ് ഇടനി. അമ്മായിയമ്മേ പതുക്കെ ചവച്ചൂടെ, ഞങ്ങൾക്ക് കിടന്നുറങ്ങണത് അറിയുന്നുണ്ട്. ഹായ് പറയുന്നുണ്ട്. ആ പാലം മനസ്സിലായില്ല, ലിബി എന്നാന്ന് തോന്നുന്നു അല്ലേ? ഹായ് ശേഖർ, ഹായ് ലൈവിലേക്ക് സ്വാഗതം. ലിബി ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം. എങ്ങനെ ടൈപ്പ് ചെയ്യും പൊട്ടത്തി? എങ്ങനെ ടൈപ്പ് ചെയ്യും പൊട്ടത്തിന്നാ? വോയിസ് ഇട്. വോയിസ് ടൈപ്പിംഗ് ഇല്ലേ? ആമി പ്രജി എന്ന് വിളിക്കുന്നുണ്ട്. വോയിസ് ടൈപ്പ് ഇട് ചേച്ചിയെ. ലിബി പാലമറ്റം ഹായ് ലൈവിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിൽ ഒന്ന് കൂട്ടാക്കാവോ? കാരണം ചിരിക്കുന്നുണ്ട്. പുതിയതായിട്ട് വന്നവർ ഒന്ന് ലൈക്ക് അടിക്കാവോ പ്ലീച്ച്. ആമി ഞാൻ ആടി ഊഞ്ഞാല് കെട്ടി കഴിഞ്ഞപ്പോൾ പതുക്കെ മുങ്ങപ്പോലടി അവിടെ നിൽക്കടി. എൻ്റെ ലൈവ് കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കും. അമ്മാവ പോയോന്ന് ചോദിക്കണ്ട. അമ്മാവ മുങ്ങിയടി. കമ്മൽ ഒരു വീഡിയോ ഇടും, എത്ര ജോഡി ഉണ്ട് ചോദിക്കുന്നുണ്ട്. കമ്മൽ എല്ലാം പഴയതായിടോ. അന്നേരം ഞാൻ കുറച്ച് പുതിയത് കളക്ഷൻ എടുത്തിട്ട് മൊത്തത്തിൽ വീഡിയോ ഇടാന്ന് വെച്ചിട്ടാ. കുറെ പഴയത് ഉപേക്ഷിക്കാനുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ രസം ഉണ്ടാവും, പക്ഷെ പഴയ കളക്ഷൻസാ. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയതാക്കട്ടെട്ടാ, എന്നിട്ട് ചെയ്യാം. ഇവിടെ ചൂട് കുറഞ്ഞു തുടങ്ങി, തണുപ്പ് കാലം തുടങ്ങാറായി പറയട്ടാണോ? ശേഖർ ഹായ്. ശേഖർ കണ്ണാ മാസ്റ്റർക്ക് ഉത്തരം കൊടുക്കുകയുണ്ട് പ്രൈ ചേച്ചി. എടാ നീ ലൈവിൽ വരാത്തോണ്ടാടാ ഇവര് ഇടയിൽ കയറി കോൾ അടിച്ചത്. അമ്മായി 3 മണീന്റെ സുദിനം പത്രം വന്നു പോയി വായിക്കൂന്ന് പറയുന്നുണ്ട്. അംബാനിക്ക് ഇപ്പൊ ആമിയുടെ ലൈവിക്ക് വരണോ? എന്റെ ലൈവ് ഇപ്പൊ അംബാനിക്ക് ഇഷ്ടമില്ല തോന്നുന്നുണ്ട്. ഇപ്പൊ ആമിയുടെ ലൈവിക്ക് പോകാനുള്ള പരിപാടിയാണ്. വോയിസ് ടൈപ്പിങ് വേണ്ട, ചോറാണ്. ടൈപ്പ് തെറ്റും, പൂവും കായും വരും. പോടാ അവിടെ. നിനക്കാ വരിക, ഞങ്ങൾക്കൊന്നും വരില്ല. നിനക്കാണ് പൂവും കായും വരിക. അമ്മാവ അതേത് പത്രോ? നിന്റെ ചാനലിൽ നീ കമന്റ് വായിക്കുന്നതാണ് അമ്മാവൻ പറയുന്നത്. പ്രജീനെ പറഞ്ഞാൽ മതി, എനിക്ക് വേറൊരു ഉത്തരം വേണ്ട. ചേച്ചി നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി, അവന് വേറൊരാളെ വായിന്ന് ഉത്തരം വേണ്ടാന്ന്. നിങ്ങൾ തന്നെ ഉത്തരം പറയണം. കണ്ണൻ ചിരിക്കുന്നുണ്ട്. ആമി തിജൂന്ന് വിളിക്കുന്നുണ്ട്. അനീഷേ നിന്റെടി, നിങ്ങളെ കണ്ടിട്ട് എത്ര ദിവസമായിടി? അത് കണ്ണൂരാണ് എന്ന് പറയുന്നുണ്ട്. യുവേനെ ഇപ്പൊ എന്റെ ലൈവിലേക്കേ കാണില്ലേ. യുവ നമ്മളൊക്കെ മറന്നുപോയി തോന്നുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്നുണ്ട്. അനീഷ കണ്ണാ ഹായ് പറയുന്നുണ്ട്. ആമി അനീഷ എന്ന് വിളിക്കുന്നുണ്ട്. നമ്മളൊന്നും ഇപ്പൊ യുവക്ക് ഓർമ്മ പോലും ഇല്ല. വീഡിയോസിൽ കമന്റ് ഇട്ടാൽ പോലും റിപ്ലൈ ഒന്നും തരുന്ന പോലും ഇല്ല. പ്രജീനെ നല്ലോണം വിശ്വസിച്ചിരുന്നു, അത് പോയി കിട്ടി അറിയുന്നുണ്ട്. ചേച്ചി നിങ്ങൾ ഇതൊക്കെ കേൾക്കണോ? എന്തിനാണ് നിങ്ങൾ ഈ നല്ലൊരു മരുമകനെ വിട്ടിട്ട് ആ മരുമകന്റെ പുറകെ പോയത്? അനീഷ ഹായ് ആമി എന്ന് വിളിക്കുന്നുണ്ട്. അനീഷ എവിടെയായിരുന്നു ഇത്രയും നാൾ നോക്കുന്നുണ്ട്. വിസ്മയിൽ അനീഷ ചിരിക്കുന്നുണ്ട്. എല്ലാരും ആയിക്കോട്ടെ. നമ്മള് ഇവിടുമ്പോ എല്ലാവർക്കും തിരക്കാണ്. പ്രജീനയോ നോക്കുന്നുണ്ട്. പ്രജീനയാണ്. ചേച്ചിയൊക്കെ പോയി പ്രജീനയായി. പിന്നെ നിങ്ങൾ ചെയ്തത് തെണ്ടിത്തരല്ലേ പ്രജി ചേച്ചി? അനീഷ ഇസ്മയിൽ ഹായ് പറയുന്നുണ്ട്. നിങ്ങൾ പിന്നെ തെണ്ടിത്തരല്ലേ ചെയ്തത് പ്രജി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. അംബാനിക്ക് ഇപ്പൊ എന്നെ ഇഷ്ടമില്ല. കണ്ണൻ കാരണം പ്രജി എന്തൊക്കെയാ കേൾക്കുന്നു പാവെന്ന് പറയുന്നുണ്ട്. ഈ നല്ലൊരു മരുമകനെ കളഞ്ഞിട്ട് പ്രജി ചെയ്തത് മോശ പരിപാടിയല്ലേ? ഹായ് അനീഷ എന്ന് വിളിക്കുന്നത്. തിജു
ഷിബി ഹായ് പറയുന്നുണ്ട്. ഹായ് ചേച്ചിക്ക് വായിൽ ചോറായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ല. കമന്റ് പോടി അറിയണ്ട. സത്യം അമ്പാരിക്ക് ഇപ്പൊ എന്നെ ഇഷ്ടമില്ല. സന ഹായ്. മാസ്റ്റർ വിശ്വാസവഞ്ചന ചെയ്താൽ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കിട്ടും പ്രജീന എന്ന് പറയുന്നത്. ഞാൻ പൊന്നു പോലെ നോക്കും എൻ്റെ അമ്മായിയമ്മയെ, സുന്ദരി അമ്മയെ, തക്കുടു വാവേ കൂടെ നോക്ക്. എന്റെ ദൈവേ, എടാ എനിക്ക് 2 പെൺമക്കളുണ്ട്. ആ മക്കൾ കേട്ടായി തള്ളനെ തല്ലിക്കൊല്ലു. ഹായ് പറയുന്നുണ്ട്. അളകുരാജ ഹായ് 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 എപ്പടി ഇருக்கு. പ്രവീണ ചേച്ചി അതുപോലെ പറഞ്ഞു കൊടുക്കാൻ കിടന്ന് അറിയുന്നുണ്ട്. സന ഹലോ, എന്താണ് വിശേഷം? നല്ല വിശേഷം. ശേഖർ ശ്യാമളന്റെ ഹസ്സ അതാര് ശേഖർ? ശ്യാമല്ലേ നിന്റെ ഹസ് നോക്കുന്നുണ്ട്. പിന്നെ